കക്ഷികളുടെയും വാദം ഈ കോടതി ശ്രദ്ധിച്ച് പഠിക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ കക്ഷിയായ വലിയ കോവിലകത്ത് സുഭദ്ര തമ്പുരാട്ടിയുടെ രണ്ടാമത്തെ മകൾ മാനസിയെ അന്യായക്കാരനായ RK നായരുടെ കൂടെ അയക്കുവാൻ ഈ കോടതി ഉത്തരവാകുന്നു. ഇല്ല, ഞാൻ വരില്ല. ഇല്ല. മുകളിലാണോ നിന്റെ പിടിവാഴ്ച? കൊണ്ടുപോകരുത്, എന്റെ മോളെ കൊണ്ടുപോകരുത്. എന്നെ വിടാൻ പറയരുത്, മോളെ കൊണ്ടുപോകല്ലേ. എന്റെ മോളെ വിട്, അവളെ കൊണ്ടുപോകരുത്. മിണ്ടിപ്പോരുത്, ഇവിടെ ഇപ്പൊ എനിക്ക് അവകാശപ്പെട്ടതാ. കുട്ടിക്ക് ഇഷ്ടമല്ലാതെ കണ്ടുവിടെ, അവളെ വിട്. കുട്ടികളുടെ മനസ്സിൽ വിഷം കുത്തിച്ചിട്ട് ഇപ്പൊ സങ്കടം പറയാൻ വന്നിരിക്കുന്നു. ഞാൻ അവളെ വിട്ടു തരില്ല. നീ അവകാശം പറഞ്ഞു വന്നോണ്ടല്ലോ, വെച്ചക്കില്ലേ പറഞ്ഞത് മനസ്സിലായില്ലേ? എന്താ അമ്മേ? അമ്മേ, എന്തു പറ്റി? എന്ത് പറ്റി അമ്മേ? വെറുതെ ഓരോന്ന് ആലോചിച്ച് കിടന്നിട്ട് അമ്മേ. വേണമെന്ന് വെച്ച് ആലോചിക്കുന്നല്ല മക്കളെ, എന്റെ മനസ്സിന് പോകണ്ടേത്. അതൊക്കെ കഴിഞ്ഞ കഥയല്ലേ അമ്മേ, പോട്ടെ. കഴിഞ്ഞില്ലല്ലോ, കേസ് ഇനിയും തീർന്നില്ലല്ലോ. കരഞ്ഞ് കാല് പിടിച്ചു ഞാനെന്ന് എന്റെ മുഖത്ത് ചവിട്ടിട്ട് ആ മനുഷ്യൻ പോയത്. ഓപ്പയും അനുജന്മാരും ഉള്ളതുകൊണ്ട്, എല്ലാറ്റിനും ഇതേ വാഗ്ദേവതയുടെ അനുഗ്രഹവും സംരക്ഷണവും ഉണ്ടായതുകൊണ്ട് നമ്മൾ എന്നീ നിലയിലെത്തി. അല്ലെങ്കിൽ ഇപ്പോഴും അങ്ങനെ എന്റെ മനസ്സിന്റെ പിന്നാലെ നടക്കുക. മക്കളെ താന്നും പറഞ്ഞ് കൊടുക്കില്ല, ഞാൻ വിട്ടുകൊടുക്കില്ല. ഏത് കോടതി പറഞ്ഞാലും ശരി, ഏത് മാജിസ്ട്രേറ്റ് പറഞ്ഞാലും ശരി. കോടതിയല്ല, സാക്ഷാൽ ഈശ്വരൻ തന്നെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് പറഞ്ഞാലും ഞങ്ങൾ അമ്മയെ വിട്ടു പോവില്ല. പോരെ? മതി, അത് മതി. നിങ്ങളില്ലെങ്കിൽ ഞാനില്ല മക്കളെ. ഇതെന്ത് വേഷോ? നീ പുലിക്കളിക്കൊല്ലും പോവാണോ? വൃത്തിയായി ഡ്രസ് ചെയ്ത് നടക്കാൻ പഠിച്ചില്ലേ ഇനിയും? സുധാകരനാണോ ഇതിനൊക്കെ സമ്മതിച്ചു കൊടുക്കുന്നത്? ഇപ്പോഴത്തെ കുട്ടികളുടെ ഡ്രസ്സൊക്കെ പറഞ്ഞിട്ടില്ലേ ഞാൻ ഇത്രയും ഗോഷ്ഠി വേഷങ്ങളുമായി എന്റെ മുമ്പിൽ വരരുതെന്ന്? സംഗീത കോളേജ് പഠിക്കാൻ പോകുമ്പോ ഇങ്ങനെയൊക്കെയാണ് വേഷം കെട്ടി പോകുന്നത്. പഠിക്കുന്ന വിദ്യയോടൊരു ബഹുമാനം വേണ്ടേ? വേഷം മാറി പോയിക്കോ. പ്രിൻസിപ്പൽ രാമനാഥനോട് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അത് ആർട്സ് ആൻഡ് സയൻസിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ് ഇവിടെ എടുത്തത്. കമ്പ്യൂട്ടറോ? എന്താ സംഗീതം വെറുത്തോ നിങ്ങൾക്ക്? ഈ കുടുംബം മുഴുവൻ സംഗീതം ഉപാസിക്കുന്നവരാണെന്ന് മറന്നോ? പിന്നെ അതാണ് അവൾക്ക് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോ. അവൾക്ക് നാളെ തുണി കൊടുക്കാതെ നടക്കുന്നതാണ് ഇഷ്ടമെന്ന് പറഞ്ഞാൽ സമ്മതിക്കോ നിങ്ങള്? ഓ, ഓപ്പയോട് ഞാൻ എല്ലാം പറഞ്ഞ് ഏർപ്പാട് ചെയ്തിരുന്നാണല്ലോ. ഓപ്പയോടെ? ഓപ്പേ! അതാ വിളിച്ചു. രാവിലെ തന്നെ ദേഷ്യത്തിലാണല്ലോ വിളി. ആരാ എന്താ കുറ്റം ചെയ്തത് ആവോ? എല്ലാ കുറ്റങ്ങളും വജ്രായുധം പോലെ എന്റെ നിരക്കാണല്ലോ വരണത്. എവിടെ നോക്കിയാലും എന്ത് കാര്യത്തിനും ഞാൻ വേണം. എത്തിപ്പോയി, എത്തി. എന്താ എന്താ ഓപ്പ ഇത്? അക്കൗണ്ട്സ് ഫയൽ. അയ്യോ അതല്ല, അയ്യോ മറന്നു. വിളി കേട്ട് പരിഭ്രമിച്ച് ഓടി വരുന്നതിനിടയില് ഇടാൻ മറന്നു. ഞാൻ പാന്റ് ഇട്ടിട്ട് വരാം. ഒരു മറവ് പറ്റിപ്പോയി സഹോദരേ. ഇന്നലെ ഒന്നും തുടങ്ങിയതല്ലോ ഈ മറവി. ആട്ടെ, രമയുടെ കാര്യം ഞാൻ ഓപ്പയോട് പറഞ്ഞു. ആ സംഗീത കോളേജിന്റെ കാര്യം പണം തന്നെ ഏൽപ്പിച്ചല്ലേ? പിന്നെന്താ ഒരു കമ്പ്യൂട്ടർ? ആദ്യം മാനേജർ അടിയോടിയുടെ അടുത്ത് ഏൽപ്പിച്ചിരുന്നാണല്ലോ. ഓപ്പയോട് പറഞ്ഞാൽ ഓപ്പയല്ലേ അക്കാര്യം ചെയ്യേണ്ടത്, അല്ലാതെ അടിയോടിയാണോ? എവിടെയാ അയാള്? അടിയോടി ചതിച്ചോ അതോ ചതിയോടി അടിച്ചോ ചോദിച്ചിട്ട് എന്നെ കാര്യം. അടിയോടി 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 എന്തോ ബെസ്റ്റ്. കിഴക്കും പടിഞ്ഞാറും ഒന്നിക്കുന്ന വേഷം. പണ്ട് കാലത്ത് പള്ളിക്കൂടം മുൻഷിമാരിങ്ങനെ ആയിരുന്നെന്ന് കേട്ടിട്ടുണ്ട്. കോട്ടില്ലേ? കോട്ടിന്റെയും ചീലയുടെയും കാര്യം പറയാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. അത് വരവിന്റെ സ്പീഡ് കണ്ടപ്പോഴേ മനസ്സിലായി. എന്താ കാര്യം? മാനേജറെ കാണാത്തോണ്ട് സുഭദ്ര അവിടെ കിടന്ന് ചാടുന്നു. ആ ചാട്ടമൊക്കെ എന്നും ഇവിടെ പതിവുള്ളതല്ലേ.
അവരുടെ സംഗീതത്തിനുള്ള ആന്റിബയോട്ടിക്സ് അത് മുടങ്ങാതെ 4 നേരം ചാടണം. രോഗം കലശലല്ലേ. ഇതൊക്കെ നേരിട്ട് പറയാൻ പാടില്ലായിരുന്നോ? വയറ്റിപ്പഴപ്പായി പോയി. ആ ഓപ്പേ ആദ്യം ഇങ്ങോട്ട് എടുത്തേ. ഛേ, ഛേ. എന്താ അതങ്ങോട്ട് എടുത്തിടുക. ഛേ, ഒരു കാര്യം പറഞ്ഞ കൃത്യമായിട്ട് ചെയ്യുകയില്ല. ചെയ്തോണ്ടിരിക്കല്ലേ. ഇപ്പൊ ഇതിനെനിക്ക് കിട്ടിയതേ ഉള്ളൂ. കളിയൊക്കെ അവിടെ, കാര്യം ഇവിടെ. ഇത് സംഗീത കുടുംബം, സംതൃപ്ത കുടുംബം. എന്നിട്ടാണോ രമയ്ക്ക് സംഗീത കോളേജിൽ അഡ്മിഷൻ മേടിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് മറ്റെന്തിനോ മേടിച്ചു കൊടുത്ത്? ഏത് രമ? ഏത് രമയൊന്നോ? രമ അറിയില്ലേ? സുധാകരന്റെ രമ. ഓ ആ രമ. ആമാ. 10-25 തലങ്ങും വിലങ്ങും ഇവിടെ കൂടെ തുള്ളിക്കൊണ്ട് നടക്കുമ്പോ ഏതാ രമ, ഏതാ രമ്യ, ഏതാ പുഷ്പ എന്നൊക്കെ എങ്ങനെ അറിയാനാ? അല്ലെങ്കിലും തനിക്ക് ഒന്നെന്ന് പറഞ്ഞ 4. ചോദിച്ചേ അതല്ല, രമയ്ക്ക് എന്തിനാ മറ്റെന്തിനോ അഡ്മിഷൻ മേടിച്ചു കൊടുത്ത്? മറ്റെന്തിനോ അല്ല, കമ്പ്യൂട്ടർ സ്റ്റഡീസ്, മോസ്റ്റ് അഡ്വാൻസ്ഡ് ആപ്ലിക്കേഷൻ. അതിനാ സുഭദ്ര അവിടെ കിടന്ന് ചാടുന്ന. ഓ കമ്പ്യൂട്ടറിലെ ചാട്ടോ ആയമ്മയ്ക്ക് അറിയോ? ഓപ്പേ സുഭദ്രാമ്മ അതും ഇതും ഒക്കെ പറയും. അക്യൂട്ട് മ്യൂസിക്കൽ സിൻഡ്രോം എന്ന് പറയുന്ന അസുഖം അവർക്ക്. എവിടെ നോക്കിയാലും സംഗീതം. കുട്ടികളുടെ ഭാവിയല്ലേ നമ്മൾ നോക്കേണ്ടത്. ആ കുട്ടിക്ക് അതാ ഇഷ്ടം. ഒരാളെങ്കിലും ഇവിടെ ആട്ടത്തിന്നും പാട്ടിന്നും ഒന്ന് രക്ഷപ്പെടുത്താന്ന് വിചാരിച്ചപ്പോ അത് താനാണോ നിശ്ചയിക്കുന്നത്? ഞാനല്ല നിശ്ചയിച്ചത്, ആ പെണ്ണിന്റെ അച്ഛനും അമ്മയും തന്നെയാ. ആ ഒരു കാര്യം ഞാൻ പറയാം, സൂക്ഷിച്ചില്ലെങ്കിൽ സുഭദ്രാമ്മയുടെ പാട്ടിനനുസരിച്ച് നമ്മൾ ഈ വലിയ ബംഗ്ലാവിനകത്ത് കിടന്ന് തുള്ളേണ്ടി വരും. കേട്ടോ ഓപ്പേ? കേട്ടോ? വിജയ്, ഉപദേശിക്കാനുള്ള അർഹതയോ പക്വതയൊന്നും എനിക്കില്ലെന്ന് തർക്കത്തിനും പറയാൻ കഴിയും വിജയന്. ഏട്ടന്റെ സ്ഥാനം ഉണ്ടല്ലോ. പക്ഷേ എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? അർത്ഥം ഞങ്ങൾക്ക് പരസ്പരം ഇഷ്ടമാണ്, പ്രേമമാണ്, കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്, ഇതൊക്കെയല്ലേ? സ്വന്തം മോപ്പയുടെ മകനാണെങ്കിലും വിജയന് തോന്നുന്നുണ്ടോ അമ്മയെ ബന്ധത്തിന് സമ്മതിക്കുമെന്ന്? സുഭദ്ര ചിറ്റയ്ക്ക് എന്നോട് ഇഷ്ടക്കേടൊന്നുമില്ലല്ലോ. ഇഷ്ടക്കേടുണ്ടോ എന്നല്ല ഞാൻ ചോദിച്ചത്, ഈ വിവാഹ ബന്ധത്തിന് സമ്മതിക്കുമെന്നാണ്. വിജയൻ അറിയാലോ, നമ്മളൊക്കെ അമ്മയുടെ തണലിലാണ്. അമ്മയുടെ വാക്കിനെതിരായി നമുക്കൊന്നും പറയാനോ ചെയ്യാനോ കഴിയില്ല. അതിന് അധികാരവും ഇല്ല. അമ്മ പറയുന്ന അനുസരിക്കുക മാത്രമാണ് നമ്മുടെ കടമ. അങ്ങനെയല്ലേ നമ്മളൊക്കെ ഈ വീട്ടിൽ ഒന്നിച്ചു കഴിഞ്ഞത്? അതൊക്കെ ശരിയാണ്. എന്നാലും പറഞ്ഞാ മനസ്സിലാവില്ല ചിറ്റയ്ക്ക്. പറഞ്ഞാൽ മനസ്സിലാവാത്ത വിഡ്ഢിയൊന്നല്ല അമ്മ. പക്ഷേ ഞങ്ങൾ രണ്ടുപേരെയും കുറിച്ച് അമ്മയ്ക്ക് ചില നിശ്ചയങ്ങളുണ്ട്, കണക്കൂട്ടലുകളുണ്ട്, സ്വപ്നങ്ങളും ഉണ്ട്. അത് തെറ്റിക്കരുത്. ഉപദേശമായിട്ടെടുക്കാം, സൂചനയായിട്ടെടുക്കാം, അതും അല്ലെങ്കിൽ മുന്നറിയിപ്പായിട്ടും എടുക്കാം. അമ്മയുടെ പ്രസ് മീറ്റിംഗിന് സമയം ഞാൻ പോണു. മനസ്സി, ഇതിപ്പോ തിരക്കിട്ട് ചിറ്റയോട് പറഞ്ഞ് പ്രശ്നമാക്കരുത്. പറയേണ്ടതൊക്കെ അപ്പപ്പോ പറയുന്നല്ലേ നല്ലത്. കൺഗ്രാറ്റുലേഷൻ മാഡം. താങ്ക് യു വെരി മച്ച്. ഡിസിപ്ലിൻ പ്ലീസ്. എക്സ്ക്യൂസ് മീ മാം, മാഡത്തിന്റെ അടുത്ത ആൽബത്തിന്റെ കോമ്പോസിഷൻ തുടങ്ങിയോ? അതിനെക്കുറിച്ച് ഡോണ്ട് കോൾ ഇറ്റ് ആൻ ആൽബം. ആളുകൾ പിന്നെയും പിന്നെയും ഉപയോഗിച്ച് ക്ലീഷയാക്കിയ ഒരു വാക്കാണത്. ഐ കോൾ ഇറ്റ് മൈ കോൺസെപ്റ്റ്, മൈ പെർഫോമൻസ്. ഫൈനൽ റൗണ്ടിൽ എത്തിയ സ്ഥിതിക്ക് ഭാവി പരിപാടികൾ എന്തൊക്കെയാണ്? ഫൈനലിൽ പങ്കെടുക്കും. ആൻഡ് ദിസ് വിൽ ബി ഇൻ മൈ ലൈഫ്സ് മോസ്റ്റ് ആംബിഷ്യസ് പ്രോഗ്രാം. ഇത് എൻ്റെ മകൾ മാനസി കൊറിയോഗ്രാഫ് ചെയ്യും. ഇവൾ സംഗീത, പിന്നെ എൻ്റെ ജ്യേഷ്ഠന്റെ മകൻ വിജയ്. ഇവരായിരിക്കും ലീഡ് പെർഫോമൻസ്. മാഡം, ഇതൊരു പുതിയ ടീമായിരിക്കും. ഇൻഫാക്ട് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അതെന്താണെന്ന് മാഡത്തിന് മാത്രമേ അറിയാവൂ. താങ്ക് യു. ഇറ്റ് വിൽ ബി ഓൺ എ ന്യൂ തീം, ഈക്വാലിറ്റി, സ്ത്രീ പുരുഷ സമത്വം. ലെറ്റ് us say sort of അർദ്ധനാരീശ്വര myth. അതൊരു പഴയ നമ്പർ അല്ലേ മാഡം? കുമാരസംഭവം മുതൽ ഇങ്ങോട്ട്. നോ നോ നോ, ഇപ്പോഴത്തെ സർക്കംസ്റ്റാൻസസിൽ ഏറ്റവും പ്രസക്തമായ തീം. പുരുഷ മേധാവിത്വത്തെ കുറിച്ച് വേണ്ടത്ര റിയലൈസ് ചെയ്യാൻ നമ്മുടെ നാട്ടിലെ ഒരു ആവറേജ് സ്ത്രീക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇത് പ്രദീപന്, ഇത് ജോസഫിന്, ഇത് ഹമീദിന്. താൻ കണ്ടില്ലടോ, അവളവിടെ കിടന്ന് തുള്ളുന്നു. ആ സ്വാമിയോട് പറഞ്ഞ 314 ഹിയറിംഗ് അടുത്ത ആഴ്ചത്തേക്ക് മാറ്റിവെക്കാൻ. ഓ, അല്ലെങ്കിൽ താൻ എങ്ങനെ അറിയാനോ എന്റെ വിഷമം? ആ രാജാമണി കേസിലെ സർക്കിൾ ഇൻസ്പെക്ടർ ഹാജരാവേണ്ടത് നാളെയാണ്. അതൊന്ന് വിളിച്ച് ഓർമ്മിപ്പിക്കണം. ശരി, ഇത്തവണ എന്താ വാദിച്ച് തോറ്റല്ലോ, ഇനിയിപ്പോ എന്ത് ചെയ്യാനാ ഭാവം? കോർട്ടിലേക്ക് പോക്കോ. താൻ എന്തിനാണോ ഇങ്ങനെ കിടന്ന് പടയുന്നത്? ഹയർ കോർട്ടിലേക്കുള്ള പേപ്പേഴ്സ് ഒക്കെ ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. 5 പേപ്പേഴ്സ്. കാലം കുറെ ആയാലൂടെ താൻ ഇത് തുടങ്ങിയിട്ട്. സിംഗിൾ ബെഞ്ച്, ഡിവിഷൻ ബെഞ്ച്, ആളില്ല ബെഞ്ച്, കുടുംബ കോടതിയൊക്കെ ആയിട്ട്. തനിക്കറിയില്ലേ, വെറും സരിഗമപ്പ പാടി നടന്നവളെ ഞാനായി നിലയിലാക്കിയത്. എന്നിട്ട് അവളെ എന്നെ അടിച്ചിറക്കിയിരിക്കുന്നു. ഇപ്പൊ പച്ചക്കള്ളം പറഞ്ഞ് നടക്കുക, ഞാൻ അവിടെ മുഖത്ത് ചവിട്ടിട്ടാ ഇറങ്ങിപ്പോന്നു. ഹലോ, ഞാൻ പറഞ്ഞു കേൾക്കാൻ എനിക്ക് സമയമില്ല. അയ്യോ വേണ്ട, ഞാൻ ചില കാര്യങ്ങൾ തീരുമാനിച്ചുറച്ചിട്ടുണ്ട്. തനിക്കൊരു കാര്യം ചെയ്യാവോ? മൊയ്തീനെ, എന്തോ? അയ്യോ മൊയ്തീനെ, എടോ വക്കീലെ, ഞാൻ പറയുന്നത് കേക്കടോ. എന്തോ? മൊയ്തീനെ, എന്തോ? ഇവരെവിടെ പോയി?
എടോ മൊയ്തീനെ, എന്തോ എടാ കത്തിക്കുത്ത് കേസിലെ സാക്ഷി മുങ്ങിയെന്ന്. കടലിലെ പുഴയിലോ? കടലിലാണെങ്കിൽ വിഷമിക്കേണ്ട, 3-ാം ദിവസം കരയ്ക്കെടുത്തോളും. അതും മുങ്ങിയതിന്റെ 30 അടി അപ്പുറത്ത്. പുഴയിലാണെങ്കിൽ അതല്ല, കാണാനില്ലെന്ന്. ഇന്നാണ് വിസ്താരം മൊയ്തീനെ, ഇന്നാണ് വിസ്താരം. അതൊരു പ്രശ്നമാക്കണ്ടേ. ഹൈ, പ്രതിയുടെ അമ്മായിപ്പം മരിച്ചു എന്ന് പറഞ്ഞു വക്കീൽ സാർ കേസ് ഒരാഴ്ചക്ക് നീട്ടിവെക്കി. ഇതിനിടയിൽ സാക്ഷിയെ തപ്പിയെടുത്തോണ്ട് വന്ന കാര്യം ഞാൻ ഏറ്റു. ഈ ദുനിയാവിൽ എവിടെ ഉണ്ടെങ്കിലും ഞാൻ കൊണ്ടുവരാം. അതിന് അവന്റെ അമ്മായി ഇപ്പൊ മരിച്ചിട്ടില്ലല്ലോ. ആര് പറഞ്ഞു മരിച്ചിട്ടില്ലെന്ന്? മരിച്ചു. മരിച്ചിട്ട് 5-6 കൊല്ലങ്ങളായി. മൊയ്തീനെ, എന്റെ ആർക്ക് സാറേ, സാറിന്റെ കേസിനും വേണോ സാക്ഷികള്? ഞാൻ കൊണ്ടുതരാം. നല്ല മണി പോലുള്ള സാക്ഷികൾ. തത്ത പറയും പോലെ പറയും. പാട്ട് പാടാൻ കഴിവുള്ള ആരെങ്കിലും എനിക്കറിയാവോ? എന്റെ മൂത്താപ്പ നന്നായി പാടും, പക്ഷെ അത് വേണ്ട. അതിന്റെ ശീശ അടിഞ്ഞ് തീരാറായി. തന്നെയല്ല, കണ്ണിനും കാഴ്ച കുറവാ. സഹായത്തിന് എപ്പോഴും ഒരാൾ കൂടെ വേണം. എന്നാലും പാട്ടിനൊരു കുറവൊന്നുമില്ല. അല്പം തരികിടയൊക്കെ വശമുള്ളൊരു പാട്ടുകാരനാണ് എനിക്ക് വേണ്ടത്. അതിനെന്തിനാ അത്ര ദൂരം തപ്പി പോണേ? ഈ ഞാൻ തന്നെ നല്ലൊരു ഗായകനല്ലേ? അല്ല, ഞാൻ ഉദ്ദേശിച്ച ശാസ്ത്രീയ സംഗീതമാ. ശാസ്ത്രീയ സംഗീതം. വാദാബി ഗണപതിൻ ഭജഗും അല്ലോ വാദാബി ചിങ്ങണ്ടങ്ങൻ ചിങ്ങണ്ടങ്ങൻ ഭൂദാദി ചിങ്ങണ്ടങ്ങൻ ചിങ്ങണ്ടങ്ങൻ നിർത്തോ, വാദാബി. ഇതല്ല. ഇതിനേക്കാൾ നല്ലൊരു ഗായകൻ ഏരിയ കിട്ടില്ല. എന്താ തന്റെ ഉദ്ദേശം? മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക, അവിടെ അഹങ്കാരം അടക്കുക. എടോ വക്കീലേ, കഴിഞ്ഞ 10-15 വർഷമായിട്ട് പത്രങ്ങൾക്കും വിഷ്വൽ മീഡിയകൾക്കും വേണ്ടി സെന്റിമെന്റൽ നുണകൾ ഉണ്ടാക്കി നടന്ന കാലത്തൊക്കെ ഈ ഒരു വിങ്ങലായിരുന്നു മനസ്സിൽ. വീടില്ല ഞാൻ, ഒരു മകളെങ്കിലും എനിക്ക് വേണം. താൻ നോക്കിയിട്ടൊന്നും നടന്നില്ലല്ലോ. ഒന്നും ചെയ്യാൻ പറ്റില്ല തന്റെ നിയമത്തിന്. കുഴപ്പത്തിലേക്ക് ആർക്ക് സാറിന് നീക്കം? ഒരു കുഴപ്പമില്ല. അഥവാ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞാനങ്ങ് തയ്ച്ചു. പാട്ടുകാരനാണുണ്ട്, അത് പറ. അന്വേഷിക്കണം. കള്ളസാക്ഷി പറയാൻ ആളെ പിടിക്കുന്ന പോലെ അത്ര ഈസി അല്ല ഇത്. എന്നാ അന്വേഷിക്കണം വേഗം. ഒരുത്തിനുണ്ട്, ഒരു ചാർലി. പക്ഷെ എപ്പോഴാ മുങ്ങ എപ്പോഴാ പൊങ്ങാന്ന് പറയാൻ പറ്റില്ല. നീ ഇങ്ങനെ ദയ കാട്ടിട്ട് ആ ചാർലി കാശും തരാതെ മുങ്ങി നടക്കുന്നത്. കഴിഞ്ഞ ആഴ്ച തരാന്ന് പറഞ്ഞതായിരുന്നു, പിന്നെ എന്താ നീ പിടിച്ചിട്ട് വാങ്ങിയില്ല? അതിനെന്തിനാ എന്റെ മെക്കിട്ട് കയറുന്നത്? ആ ചാർലി ഇങ്ങോട്ട് വരണ്ടേ? ഇനിയിപ്പോ എവിടെ പോയി തരാനാ അവനെ? അവന്റെ ബന്ധുക്കൾ ആരെങ്കിലും കണ്ടിരുന്നെങ്കില്? ഓ, അതിന് അവൻ എവിടെയാ ബന്ധുക്കള്? ആ കണ്ണുപൊട്ടി പെണ്ണ് 4 പിള്ളേരും അല്ലാതെ. ദൂരെ എവിടെയോ ആരോ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇനിയിപ്പോ 2 പൊട്ടിച്ചാലേ കാര്യം നടക്കൂ. അവനെയോ അവന്റെ ശിങ്കിടികളെയോ ബന്ധുക്കളെയോ ആരെങ്കിലും ഒന്ന് ചവിട്ടിയാരേ സാറേ, ഇവിടെ ചവിട്ടിയാലേ അവിടെ നിൽക്കുള്ളൂ. എത്രയായി? ആ ചാർലി തരാനുള്ള കാശ് കിട്ടിയോ? എവിടെ? ഒരു ദിവസം അവനെന്റെ കൈ കിട്ടും. താനിങ്ങനെ എല്ലാവരുടെ നിന്ന് ക്രോസ് ഉത്സവം നടത്തിയാലേ ചാർലി എവിടാന്ന് ആരും പറഞ്ഞു തരത്തില്ല. അതിന് ഞാൻ എന്താ ചെയ്യണ്ടേ? എടോ, അടുത്ത ബന്ധുവാണെന്നുള്ള രീതിയിൽ അങ്ങ് സംസാരിക്കണം. സാറ് പറഞ്ഞത് അതിന്റെ ശരി. ഞാനൊന്ന് നോക്കട്ടെ. ഇത്തവണ മൊയ്തിന് കിട്ടിയിരിക്കും. നമസ്കാരം. ഈ ചാർലി എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ വരാറുണ്ടോ? നിങ്ങൾ എവിടുന്നാ? ഞാൻ കുറച്ച് ദൂരെന്നാ. ചാർലിയുടെ ആരാ? ഒരു ബന്ധുവാ. സ്വന്തത്തിലുള്ള ബന്ധു, ബന്ധത്തിലുള്ള ബന്ധു, ക്ലോസ് ബന്ധുവാ. നിന്നെയാണാ ഞങ്ങൾ തെരഞ്ഞു നടക്കുന്നത്. എടുക്കണ കാശ്. കുറെ കാലായാലും നീ മായം തിരിഞ്ഞ് നടക്കുന്നു. എന്റെ പൊന്നു ചേട്ടാ, ഞാൻ കാശ് കൊണ്ടുവന്നതല്ല, അവൻ എവിടെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി വന്നതാ. കള്ളം പറഞ്ഞോടാ. നിനക്കറിയില്ലടാ ചാർലി എവിടെയാണെന്ന്? ചാർലി എവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല. ചന്തു, എണീക്കടാ മോനെ. ചന്തു, ചന്തു. എല്ലാരും ഒന്ന് സഹായിക്കണേ പ്ലീസ്. ആ കുട്ടി ആശുപത്രി കൊണ്ടുപോകാനുള്ള ചേട്ടാ, പ്ലീസ് ഒന്ന് സഹായിക്കും ചേട്ടാ. എന്തെങ്കിലും കുട്ടി ആശുപത്രി കൊണ്ടുപോകാനുള്ള. അയ്യോ ചേട്ടാ, എന്തെങ്കിലും ഒന്ന് സഹായിക്കും ചേട്ടാ. ആ കൊച്ചു വീണെടുക്കല്ലേ? വാ. ആർക്കെ സാർ ഇതിൽ ഇടപെടണ്ട, അത് പുലിവാലാവും. താൻ എന്ത് മനുഷ്യത്തില്ലാമോ പറയുന്നത്? ഒരു കൊച്ചു വീണെടുക്കുമ്പോ ചേട്ടാ ഒന്ന് സഹായിക്കും പ്ലീസ്. ആശുപത്രി കൊണ്ടുപോകാനാ. എല്ലാരും ഒന്ന് സഹായിക്കും. എല്ലാരും പ്ലീസ് ഒന്ന് സഹായിക്കും. നീ എന്ത് പണിയാ കാണിക്കുന്നത്? ഇതിനെ ആശുപത്രിയിലേക്ക് എടുക്ക്. സാറ് ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ കൊണ്ടുപോയിക്കോളാം. നീ മിണ്ടാരടാ, അവനെടുക്ക്. അതാ വലത്തോട്ടുള്ള വഴി പോ സാറേ. കുറെ നേരമായാലും ഓടുന്നത്. ഏത് ആശുപത്രിയാ? രാജഗോപാലൻ ഡോക്ടർ ആശുപത്രി അതാ. അല്ല സാറ് നിന്നെ ബുദ്ധിമുട്ടുണ്ട്, ഞാൻ കൊണ്ടുപോയിക്കോളാലോ.
ഇടത്തോട്ട് അല്ല വലത്തോട്ട് വലത്തോട്ട്. കുറെ നേരമായാലും ഈ ഇടത്തും വലത്തും പറയാൻ തുടങ്ങിയിട്ട്. സാറേ ഇടത്തോട്ട്. നീ എന്നെ കളിപ്പിക്കുക. എനിക്കറിയാം ആശുപത്രി എവിടെ. ഈ ഹോസ്പിറ്റലിൽ തന്നെ വേണോ? ഇറങ്ങിയോ. ഓ ഇതിനെ ഞങ്ങള് തരികിടാന്ന് പറയണേ. ഇപ്പൊ ഓടിയില്ലേ? വെറും സർക്കസ് കളി കൊണ്ട് 4-5 വയറുകൾ എങ്ങനെ കഴിഞ്ഞുകൂടാനാ? അപ്പോഴാ എങ്ങനെ ചില വേലകള് ആളുകളുടെ മനസ്സേൽപ്പിക്കാനാ. ചെറുക്കം വീഴുക, അല്ലെങ്കിൽ പെണ്ണ് വീഴുക. പെണ്ണ് വീഴുമ്പോഴാ കാശ് കൂടുതൽ കിട്ടണേ. കണ്ണുകൂട്ടിയല്ലേ, ആളുകൾക്ക് സഹതാപം കൂടും. അല്ലെങ്കിലും പെണ്ണുങ്ങൾ അടിതെറ്റി വീഴുന്ന കാണാൻ നാട്ടുകാർക്ക് നല്ല രസാ. ചങ്കു പൊട്ടുന്ന രസം. ഓക്രത്തരമല്ലേ അവൻ കാണിച്ചേ. എന്നാലും എനിക്ക് അവനെ ഇഷ്ടമായി. എൻ്റെ ആവശ്യത്തിനാവും മതി. അയ്യടാ, നീ അതിന് മാത്രം വളർന്നില്ലല്ലോടാ ഉണ്ട പക്രു. കുറച്ചുകൂടെ കഴിയട്ടെ ഇല്ലടാ മോട്ടെ. പഠിക്കുന്നുണ്ട് നടക്കാൻ. ഞാൻ അറിയാതെയോ? ആ കളി വേണ്ടടാ മോനെ. പഠിപ്പിക്കുന്നേ. ഉമേ, അത് മാത്രം വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ. ഇത്ര ചെറുപ്പത്തിൽ അതിനെങ്ങനെ വീണാലോ? വേണ്ട, അതൊന്നും വേണ്ട. തീച്ചാട്ടം കമ്പിക്കോട്ടുള്ള നടത്തം എനിക്ക് വിട്ടേക്ക്. എപ്പോഴായാലും പഠിക്കേണ്ടത് തന്നെയാണല്ലോ. ഇത്തിരി നേരത്തെ ആവുമ്പോ അത്രയും നന്ന്. അതിനിപ്പോ ഞാനുണ്ടല്ലോ ഇവിടെ. അപകടം പിടിച്ച കളിയൊന്നും നിങ്ങൾ ചെയ്യണ്ട. നിങ്ങളുടെയൊക്കെ ദേഹത്ത് ഒരു പോറൽ പോലും ഏൽക്കുന്ന എനിക്ക് സഹിക്കില്ല. എണീന്ന് വീണൂന്ന് കള്ളത്തരം കാണിക്കുന്നേക്കാൾ ഭേദാ. ഇത്തിരി കള്ളത്തരങ്ങളൊക്കെ ഈ തെരുവിൽ കഴിയുന്നത് നമുക്ക് പറഞ്ഞിട്ടുള്ളതാ. അത് ഈശ്വരന്മാർ സമ്മതിച്ചിട്ടുള്ളതാ. നിങ്ങൾക്കൊക്കെ ഞാനുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ എന്തിനായി ചാർലി? അറിയാഞ്ഞിട്ടല്ല, നീയാ ഞങ്ങളുടെ ഏക ആശ്രയം. പക്ഷെ എത്ര കാലം വെച്ചാ ഇങ്ങനെ ആൾക്കാരെയും പറ്റിച്ച് കള്ളത്തരം കാണിച്ച് കഴിയാ? എത്ര കാലം ചാർലി? മതി, നമുക്ക് പോകാം പലകപ്പാണ്ടിയിലേക്ക്. അത് നന്നായി. അവിടെ എന്തുണ്ടായിട്ടാ? മഞ്ഞ് പിടിച്ച കുറ്റിക്കാടുകളും ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ ഒരു വീടും അല്ലാതെ. അതും ഇപ്പൊ മഞ്ഞിലും മഴയിലും കുതിർന്ന് വീണിട്ടുണ്ടാവും. മറന്നോ? എന്റെ അമ്മയല്ലേ എവിടെ? കുട്ടിക്കാലത്ത് എപ്പോഴോ അലഞ്ഞു തിരിഞ്ഞ് നീ വീട്ടിലെത്തിയപ്പോ നിനക്ക് അഭയം തന്ന എന്റെ അമ്മ മരിച്ചോന്ന് കരുതി മറക്കാൻ പറ്റോ? ആ ആത്മാവിപ്പോഴും അവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട്. മറന്നല്ല, എനിക്ക് ജന്മം തന്നവർ എന്നെ ഉപേക്ഷിച്ചപ്പോൾ അഭയം തന്ന അമ്മയെ മറന്നല്ല. ആ സാന്നിധ്യം ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. ദാ ഇവിടെയൊക്കെ. ഉമ്മേ, ഒരു ലക്ഷ്യവുമായിട്ടില്ല നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അത് നടക്കട്ടെ. ഇക്കണക്കിന് ഇവിടുത്തെ കടങ്ങളൊക്കെ തീർന്നിട്ട് അതിനൊരിക്കലും കഴിയില്ലെന്നാ തോന്നുന്നേ. നാവിലെ ഗുളികൻ വെച്ച് ഒന്നും പറയണ്ട, മന്തി കഴിയും. എന്നിട്ട് പോകാം നമുക്ക് പലകപ്പാണ്ടിയിലേക്ക്. പൈസ കിട്ടില്ല. നമുക്ക് ഇന്നത്തെ കൂടെ ചേർത്ത് നാളെ ഇടാം. നാളെ ഞാൻ പുതിയൊരു ഐറ്റം ഇറക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് കൂടുതൽ കാശ് കിട്ടും. എന്നിട്ട് ചേച്ചിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് നമ്മൾ പലകപ്പാണ്ടിയിലേക്ക് പോകും. അവിടെ ചെന്ന് നമ്മൾ എന്താ ചെയ്യാ? അവിടെ ചെന്ന് നമുക്ക് കപ്പ വെക്കാം, ചേന നടാം, വാഴ വെക്കാം. വേണമെങ്കിൽ കപ്പലിന്റെ കൃഷി നടത്താം. കേട്ടോടാ മൊട്ടെ. പോണം, ഒരു ദിവസം പോണം. പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരികയായിരുന്നു. ഇന്നത്തെ തടിയും കറുവായിരുന്നു. ദൈവമേ, ഇനി എന്ത് കുഴപ്പത്തിനാണാവോ? ഞാൻ പുറകിലൂടെ ചാടി പോയിക്കോളാം കേട്ടോ. ഇത് ചാർലിയുടെ വീടല്ലേ? ആരാ? കടുവ. ഇന്നലെ എന്നെ ആസ്പത്രി കൊണ്ടേ കടുവ. ചാർലില്ലേ? ഏത് ചാർലി? ഓ, അതിന് ഞാൻ പറഞ്ഞിരണോ? ഇവിടുത്തെ ചാർലി. നീയല്ലേ വേണ ഇന്നലെ സ്ട്രീറ്റിൽ ഡാൻസ് ചെയ്തത്? സാർ ആരാ? ഞാനൊരു കണ്ണുപൊട്ടിയാ. കണ്ണുപൊട്ടിക്ക് ഡാൻസ് ചെയ്യാൻ പറ്റോ? കള്ളത്തരം പറയരുത്. ഇവനല്ലേ ഇന്നലെ ഏണി നോട്ടി അത്തോലാടുന്ന? ആൾക്കാരെ പറ്റിക്കാൻ ഇറങ്ങിയിരിക്കണല്ലേ? എടി പെണ്ണെ, മാന്യമായിട്ട് എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാൻ നോക്കും. ചാർലിയും കൂർലിയും സകലതിനെയും പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാ വേണ്ടത്. ഏൽപ്പിച്ചോ? ഇങ്ങനെ എത്ര പേരെ സാറിന് പോലീസിൽ ഏൽപ്പിക്കാൻ പറ്റും? അല്ല, ഈ പോലീസുകാർക്ക് വേറെ പണിയൊന്നുമില്ലേ? സന്ധ്യ മയങ്ങ ഈ കണ്ണുപൊട്ടിയെ തോണ്ടാനും നുള്ളാനും ആളുകളുണ്ടാവും. ആ കൂട്ടത്തിൽ ചിലപ്പോ പോലീസുകാരുണ്ടാവും. അവരെന്ത് ചെയ്യും സാറ്? ദേ, ഈ പിള്ളേരെ കണ്ടോ? ജനിച്ച ഉടനെ അമ്മമാര് കുറ്റിക്കാട്ടിലേക്കോ കൈത്തോട്ടിലേക്കോ വലിച്ചെറിഞ്ഞതാ. കുറുക്കനും പന്നിക്കും തിന്നെ. ആ അമ്മമാരെ പോലീസിൽ ഏൽപ്പിക്കാൻ കഴിയോ സാറിന്? കഴിയോ? ഒരു ചാർലി ഉള്ളതുകൊണ്ട് ഇവരൊക്കെ ഇപ്പോഴും ജീവനോടെ കഴിയുന്നു. പ്രസംഗിക്കണ്ട. ചാർലിയാണ് എനിക്ക് കാണേണ്ടത്.
ബാക്കി ഞാൻ അവനോട് പറഞ്ഞോളാം. ചാർലി ഇവിടെ ഇല്ല. എവിടെ പോയി? അത് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. അവൻ വരുമ്പോ എന്നെ വന്ന് കാണാൻ പറയണം. ഓ, നമ്മളാരാ? ഇവിടുത്തെ ഇൻസ്പെക്ടറാ. ഒന്ന് പോ കടുവേ. ചാർലി വരുന്നവരെ ഇവൻ എന്റെ കസ്റ്റഡി ഇരിക്കട്ടെ, പണയെ കൊണ്ടുപോയിട്ട്. ചാർലിയെ വിളിക്ക്, അപ്പുറത്തെ തെരുവിലുണ്ടാവും. ഞാൻ എവിടെ നിർത്തുന്നോ അമ്മിഞ്ഞ? ഓ അല്ല, നിന്റെ ചേരിയിലെങ്കിൽ അമ്മിഞ്ഞ കുമിഞ്ഞൂടി കിടക്കല്ലേ ഓർഫൻ. അവിടെ നോക്കി കുടിച്ചോ. തടിയനോ? അടിച്ചതിന്റെ മുഖത്തിന്റെ ഷേപ്പേ മാറ്റിക്കളയും. എന്താ ഇവിടെ ബഹളം? ഏതായി ചെക്കൻ? പണയപ്പെണ്ണം. ഇവനെ കൊണ്ടുവന്ന ചാർലി വരുമെന്ന് പറഞ്ഞില്ലേ? എന്റെ ചാർലി ഒന്നല്ല, തടിയന്റെ മോന്തന്റെ മൊത്തം ഷേപ്പ് മാറ്റുന്നു പറഞ്ഞു കൊടുത്തേക്ക്. വേണ്ട മോനെ ദിനേശ, കളി എന്റെ അടുത്ത് വേണ്ട. എന്റെ പൊന്നെ ആർക്കേ പറഞ്ഞു വിടുന്നില്ല പണ്ടാര. പറഞ്ഞു വിടുന്നില്ല, അവിടെ നിൽക്കട്ടവൻ. ഓണ ചെറുക്ക. അല്ല ചെത്തി ഉപ്പിലിട്ട് കളയ ഞാൻ. കൊണ്ടാടക്കാൻ ഇത് പാരയായല്ലോ. ഈ മനുഷ്യൻ എന്താ വട്ടായോ? പോഴേക്ക് അന്നേക്ക് മൂത്രമൊഴിക്കാൻ കൊണ്ട് സമയം. ഇത്ര അങ്ങോട്ട് മാറിക്ക് മനുഷ്യ. ഒന്ന് സമാധാനമായിട്ട് മൂത്രമൊഴിക്കാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാ? കുട്ടികൾ മൂത്രമൊഴിക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ല. സാറേ, ചാർലി പറ്റിയോടാ? കൈയോടെ കൊണ്ടുവന്നുണ്ട്, ആവശ്യവും ഞാൻ പറഞ്ഞിട്ടുണ്ട്. വല്ല മോഷണത്തിനോ മറ്റാണ് പരിപാടിയെങ്കിൽ എന്നെ കിട്ടില്ല. ജീവിക്കാൻ വേണ്ടി ചില്ലറ ചില തരികടകളൊക്കെ ചെയ്യാറുണ്ടെന്നല്ലാതെ ഞങ്ങൾ കള്ളന്മാരൊന്നുമല്ല. മോഷണമൊന്നുമല്ല, പക്ഷെ കള്ളത്തരമുണ്ട്. പറയാം. അപ്പോ ഞാൻ സൂചിപ്പിച്ചത് മനസ്സിലായോ? മോഷണമല്ലെന്ന് മനസ്സിലായി, കള്ളത്തരം ഉണ്ടെന്ന്. എന്നിട്ടും എന്താ ജോലി എന്ന് മനസ്സിലായില്ല. പാട്ട് പഠിക്കുക. പാട്ട് പഠിക്കുക? അതെന്തിനാ? പാട്ട് പഠിച്ച് നീ അവളുടെ പെറ്റാകണം. അരുമ ശിഷ്യൻ. അങ്ങനെ പെട്ടെന്ന് മനസ്സലിയുന്ന ആളൊന്നും അല്ല അവള്. അപ്പൊ ഞാൻ നിന്നെ വെച്ച് വില പേശും. ആരാ ഈ അവള്? വേറെ ആരുമല്ല, എന്റെ ഭാര്യ, സംഗീത ചക്രവർത്തിനി സുഭദ്രാദേവി. ലോക പ്രശസ്ത മ്യൂസിഷ്യൻ, ആൽബം മേക്കർ. സുഭദ്രാദേവി? ദൈവമേ, അവരാണോ? എന്നെ കളിപ്പിക്കാൻ പറയാണോ സാറ്? നോ, ചെറിയൊരു ആൾമാറാട്ടം. അത് നീ എപ്പോഴും ചെയ്യാറുള്ളതല്ലേ? പോകാം, പക്ഷെ സാർ നിന്റെ പ്രശ്നങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം. എനിക്കറിയാം നിനക്ക് ഒരുപാട് ബാധ്യതകളുണ്ടെന്ന്. അങ്ങനെ ഒരുപാടൊന്നുമില്ല, ചില ചെറിയ ബാധ്യതകൾ. പിന്നെ ഉമ്മയുടെ കണ്ണിന്റെ ഓപ്പറേഷൻ. അതും ഞാൻ ഏറ്റു. അതിനേക്കാൾ പ്രധാനമായി മറ്റൊന്നുകൂടിയുണ്ട്. ഉമ്മയുടെയും പിള്ളേരുടെയും സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ പോകൂ. ഞാൻ പറഞ്ഞാൽ പോരാ, സാറ് തന്നെ സമ്മതിപ്പിക്കണം അവരെ. കഷ്ടപ്പെടുത്താനല്ല, സഹായിക്കാനാ. കള്ളത്തരവും തെരുവ് സർക്കസും ഒക്കെ ഇനി നിർത്താൻ നിങ്ങൾക്ക്. സാറിന് അറിയില്ല, അവന്റെ ശബ്ദം ഇല്ലെങ്കിൽ എന്റെ അടി പതറും. കണ്ണ് കാണാത്ത എനിക്ക് വഴി പറഞ്ഞിരുന്നത് ആ ഹാർമോണിയത്തിന്റെ ശ്രുതി വ്യത്യാസങ്ങളാ. എന്നെ ജീവിപ്പിക്കുന്നതും അതാ. ഈ പിള്ളേർക്ക് ഒരേ ഒരു ആശ്രയം അവനാ. നിങ്ങൾക്കൊന്നും ഒരു പ്രയാസം ഉണ്ടാവില്ല എന്ന് സാറിന് തോന്നുക. എന്നും പറയാറുള്ളതാ ഞാൻ അവനോട്, ഈ സർക്കസും തട്ടിപ്പും നിർത്തിയിട്ട് പോവാന്ന്. അവനോടൊത്തുള്ളൊരു ജീവിത എന്റെ സ്വപ്നങ്ങളിലൊക്കെ. അത് അവനോട് പറഞ്ഞിട്ടില്ലെന്ന് മാത്രം. കുറച്ചു കാലത്തേക്കല്ലേ, അവനിങ്ങ് തിരിച്ചു വരാമല്ലോ. വലിയ വലിയ ദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ അനാഥ കൂട്ടങ്ങളെ ബലി കൊടുക്കുമെന്ന് അമ്മ പറഞ്ഞ കഥകളിൽ കേട്ടിട്ടുണ്ട്. അതുപോലെ ആവോ ഇതും? എന്താ കുട്ടി പറയണേ? കൊണ്ടുപോകുന്ന കൊല്ലാനല്ല, വളർത്താനാണ്. പറിച്ചോണ്ട് പോകുന്നത് ഞങ്ങളുടെ ചങ്ക. കൊണ്ടുപോകുന്ന പോലെ ഇങ്ങ് തിരിച്ചേൽപ്പിക്കണം. അത് സാർ ഏൽക്കണം. ബോംബെ സത്യചന്ദ്രൻ,
ജീവിക്കാൻ എന്തെല്ലാം വേഷങ്ങളാ. വലിയ ബംഗ്ലാവാണോ ചാർലി? പിന്നെ പടുകൂറ്റം ബംഗ്ലാവ്. ഇനി സർക്കസിനൊന്നും പോണ്ട നമുക്കല്ലേ? ചാർലിക്ക് സുഖം, പാട്ടും പാടിച്ച് അങ്ങനെ നടക്കാം. ഞങ്ങളെയും കൊണ്ടു ഒരു സവടേക്ക്. ഓ എന്താ ഇത് ഉമ്മേ? എനിക്ക് പേടിയാവുന്നു ചാർലി. എന്തിനാ? ഒക്കെ നല്ലതിനല്ലേ. നീ തന്നെയല്ലേ പറയാറ് ഇങ്ങനെ സർക്കസും തടിയുടെയായിട്ട് നടന്ന എത്ര കാലം കൊണ്ടാ നമ്മുടെ ആവശ്യങ്ങൾ സാധിക്കാന്ന്. ഇതിപ്പോ ഒക്കെ ആർക്കെ സാർ നോക്കിക്കോളൂ, നിന്റെ ഓപ്പറേഷന്റെ കാര്യം അടക്കം. കണ്ണ് കാണാത്തോളുടെ ഊന്നുവടി നഷ്ടപ്പെടുന്ന പോലെ, എവിടെയൊക്കെയോ തടഞ്ഞു വീഴാൻ പോകുന്ന പോലെ. അങ്ങനെയൊന്നും വിചാരിക്കരുത്. ദാ ഇവരൊക്കെ ഇല്ലേ, എന്തെങ്കിലും ഒരു ആവശ്യം വന്നാ മൊയ്തീനോട് ഒരു വാക്ക് പറഞ്ഞാൽ മതി, ചാർലി ഓടി ഇങ്ങെത്തില്ലേ. ഏയ് ചിരിക്കേ, ചിരിച്ചോണ്ട് യാത്രയാക്കന്നെ. ചിരിക്കുന്നുണ്ട് ചാർലി, പക്ഷേ കണ്ണുകൾ കേൾക്കുന്നില്ല. സാരല്ല, പോയിക്കോളൂ, സമാധാനായിട്ട് പോയിക്കോളൂ. മോളെ വരട്ടെ. എന്റെ ചാർലിയെ കാത്തോളണമേ, അവൻ എനിക്കെല്ലാം. പുറകെ വിളിച്ചു ഡ്രൈവർ ഓപ്പ എവിടെ? ഓപ്പയല്ലേ നിക്കണേ? ഇതെന്താ ഈ കോലത്തില് പാന്റും ടൈയൊക്കെ അങ്ങ് ഉപേക്ഷിച്ചോ? ഉവ്വ. ഇതാവുമ്പോ ഇത് ഇടാൻ മറന്നാലും കലശലായിട്ട് പരിഭ്രമിക്കേണ്ട കാര്യമില്ല. ഇനി മുതൽ ഇതാ വേഷം ഒന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. താൻ എന്തിനാ ശകുനം മുടക്കാൻ പുറകിൽ അല്ല, എങ്ങോട്ട് പോവാ? അതിപ്പോ തന്നെ ബോധിപ്പിക്കണമെന്നുണ്ടോ? ബോധിപ്പിക്കണമെന്ന് വെച്ചാൽ കേട്ടോളൂ. ആ കൊച്ചനെ കൂട്ടിക്കൊണ്ടുവരാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് മറന്നിട്ടൊന്നുമില്ല. ഏത് കൊച്ചനെ? ആ കൊച്ചന്റെ പേര് ഇപ്പൊ നാവിൻ തുമ്പത്തുണ്ടായിരുന്നു. ആ മുംബൈ, സത്യേന്ദ്രൻ ഫ്രം മുംബൈ. ഞാൻ പോവാന്നാണല്ലോ പറഞ്ഞിരുന്നത്. ഒരതിഥി വീട്ടിൽ വരുമ്പോ മാനേജരാണോ എതിരേൽക്കാൻ പോകുന്നത്? വീട്ടുകാരൻ പോണ്ടേ? അത് ബുദ്ധിയുള്ള ആരെങ്കിലും പോണ്ടേ? എന്താ? അല്ല, സത്യേന്ദ്രനെ കണ്ട ഓപ്പയ്ക്ക് തിരിച്ചറിയാൻ പറ്റോ? സത്യേന്ദ്രനെ കണ്ടാൽ അറിയും. അവന്റെ അമ്മ ഭാനുമതി അറിയും. അവന്റെ അച്ഛൻ മഹേന്ദ്ര സിൻഹ അറിയും. എങ്ങനെ? കഴിഞ്ഞ പ്രാവശ്യം സുഭദ്രയോടെ മുംബൈയിൽ കച്ചേരിക്ക് പോയത് ഞാനായിരുന്നില്ലേ? അവരുടെ വീട്ടിലല്ലായിരുന്നു ഡിന്നർ, പൊടി പൂരമായിരുന്നു വിത്ത് കോക്ടെയിൽ. കഴിഞ്ഞ പ്രാവശ്യം മാഡത്തിന്റെ കൂടെ മുംബൈ പോയത് ഞാനല്ലേ? എന്നാ അതിന് മുമ്പിലത്തെ പ്രാവശ്യം 2 പ്രാവശ്യമായിട്ട് ഞാനല്ലേ പോകുന്നത്? എന്നാ 3 വർഷത്തിന് മുമ്പായിരിക്കും. ഓപ്പയ്ക്ക് തിരിച്ചറിയാൻ 2-3 വർഷം കൊണ്ടൊരു പയ്യൻ എന്ത് മാറ്റം വരാനാ? ഡോണ്ട് വറി, ഇങ്ങോട്ട് നീങ്ങിക്ക്. പിന്നെ സഹായത്തിന് ദേ ഇവനും ഉണ്ടല്ലോ. എന്നാലും ഞാനും കൂടി വരണ്ട, വണ്ടി വിട്. നോട്ട് നെസസറി മാൻ. ചതിച്ചു, ഒക്കെ കൊളായി എന്നാ തോന്നണേ. എന്ത് പറ്റി? ഓപ്പ ആളെ പിക്കപ്പ് ചെയ്യാൻ വരണേ. ഓപ്പയ്ക്ക് സത്യേന്ദ്രനെ അറിയാന്നാ പറയണേ, ശരിയായിരിക്കോ? എടോ, ഭാനുമതി സിൻഹയുടെ മകൻ സത്യചന്ദ്രൻ എന്നൊരാളില്ല. ദൈവനവൻ. ഈ സത്യചന്ദ്രൻ എന്റെ മനസ്സിന്റെ സൃഷ്ടിയാണ്. ചിലപ്പോ ബോംബെയിൽ അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിലോ? ഉണ്ടാകാൻ വഴിയില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അയാൾക്ക് അറിയില്ലല്ലോ ഇന്ന് ഇവിടെ എത്തണമെന്ന്. സുഭദ്രയ്ക്ക് ഫോൺ ചെയ്ത് ഞാനല്ലേ ബോംബെയിലെ സന്ദീപിനെ വിളിച്ച് പറഞ്ഞിട്ട്. കുഴപ്പമെല്ലാം ഉണ്ടാവുന്ന കേസാണെങ്കിൽ ഞാനില്ല, അതാദ്യം പറഞ്ഞേക്കാം. അത് ശരി. ഇപ്പഴേ നിന്റെ ധൈര്യം പോയാ ഇനി ഇവിടുന്ന് അങ്ങോട്ട് എങ്ങനെയാ? നിങ്ങളൊന്ന് റിലാക്സ് ആവപ്പാ. ആൾക്ക് കക്ഷി അറിയാന്നല്ലേ പ്രശ്നം. ആ പ്രശ്നം ഇപ്പോഴേ സോൾവ് ചെയ്തേക്കാം. ആ കോട്ടൊന്നൂര് അത് തിരിച്ചാ. തിരിഞ്ഞു. ഹലോ ഹലോ നമസ്കാരം. ഹലോ നമസ്കാരം. ഹലോ എത്തിയല്ലേ? എത്തിച്ചു. നന്നായി. ആൾക്കൊരു മാറ്റവും വന്നിട്ടില്ല. ഞാൻ മറന്നു പോകുന്നു, മറക്കുകയായിരുന്നു. സാധനം ലഗേജ് പുറകെ വരുന്നുണ്ട്. ഒച്ച വരും മുന്നേ, ആന വരും പിന്നെ എന്നാണല്ലോ. കൊറേ ഉണ്ടാവുമല്ലേ? എപ്പ വരും? പെട്ടികൾ. പെട്ടി, അത് പറയോ? പെട്ടി എടുക്കാൻ അടിയോടി വരട്ടെ. വരിക. ഇത്രയും ഒപ്പയ്ക്ക് പറയാനുള്ളൂ. ഓപ്പ കുറച്ചുകൂടി പറഞ്ഞോളൂ.
സമയമുണ്ടല്ലോ പറയാൻ. മിസ്റ്റർ സത്യേന്ദ്രന്റെ മലയാളം നന്നായിട്ട് അറിയാമല്ലേ? നിങ്ങൾക്ക് ഏത് മലയാളമാണ് വേണ്ടത്? കോഴിക്കോട്, കൊയിലാണ്ടി, തിരൂര്, മലപ്പുറം, കുന്നംകുളം, ചാവക്കാട് വഴി തിരുവനന്തപുരം ലാൻഡ് ടി വിയിൽ കമ്മൽ തമാശക്കാരനും കൂടെയാണല്ലേ? ഞാൻ വിചാരിച്ചു പുറം രാജ്യത്തൊക്കെ ആവുമ്പോ മലയാളം അറിയില്ല എന്ന് പറയുമെന്ന്. ചേട്ടന്റെ ഒരു തമാശ. നന്നായിട്ട് പാടുമല്ലേ? നന്നായി പാടാറുണ്ട്. അല്ല, നന്നായി പാട്ട് പാടാറുണ്ട്. കേട്ടിട്ടുണ്ടോ? ഉവ്വ്. ഇല്ല, അല്ല, പാട്ട് പാടുന്ന കേട്ടിട്ടില്ല. എന്നാലും ഇങ്ങനെ കാറി പോകുമ്പോ കുറച്ച് ഹിന്ദുസ്ഥാനി സംഗീതം കേൾക്കുന്നത് ഒരു സുഖമല്ല. എന്താ സംശയം? ഒന്ന് പാടുവോ? താനിപ്പോ എന്താ പാടിയേ? എന്താ പാട്ട്? ശൈലേക്ക് വേറെ പാട്ട് പാടോ? റോഡിന് കയ്യിൽ കയറുമായി സുന്ദരി നിർത്തിയാൽ താൻ ആരാ? സത്യേന്ദ്രനാ? സത്യേന്ദ്രനാണെന്ന് പറഞ്ഞ് താനെന്താ കാർ കയറിയേ? ഞാൻ പറഞ്ഞ സത്യേന്ദ്രനാണ്. പറയരുത്. ഞാൻ സദാം ഹുസൈന്റെ മകൻ അബ്ദുള്ള. തന്റെ ഫാമിലി ഹിസ്റ്ററി ഒരുപാട് പറയാനുണ്ടാവും. ഇവിടെ വെച്ച് പറയണ്ട. വീട്ടിൽ വന്ന് തിരിച്ചു പോകാൻ ഓട്ടോറിക്ഷ താച്ചേട്ടാ. തനിക്ക് ആട്ടോ, ഞാൻ ആടി നിൽക്കുക. നടന്നു പോടോ. സുഭദ്രയോട് ഞാനിനി എന്താ പറയാ? ഞാൻ പറയാം. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോണോ തിരിച്ച് ബംഗ്ലാവിലേക്ക് പോണോ? സത്യേന്ദ്രൻ എവിടെയെന്ന് വെച്ചാൽ സുഭദ്രയോട് എന്താ പറയാ? ഇതെന്താ കുട്ടികൾ ആദ്യമായിട്ട് കാഴ്ച ബംഗ്ലാവ് കാണുന്ന മാതിരി? അകത്തേക്ക് വാ. നോക്കൂ, ഇങ്ങോട്ട് നോക്ക്. എന്താ? സുഭദ്രാമ ഇന്ന് കാണാൻ പറ്റും തോന്നുന്നു. ഇന്ന് പൂജ ദിവസ, കൊല്ലത്തിൽ ഒരിക്കൽ മാത്രമുള്ള വിശേഷാൽ പൂജ. അതിന്റെ ഒരുക്കത്തിലാ ഇവിടെ എല്ലാരും, ഞാനും. അതെ, നോക്കൂ, ഒരു കാര്യം. ഇങ്ങനെ നോക്കാനല്ലേ പറഞ്ഞത്. മുകളിലെത്ത മൂന്നാമത്തെ മുറി അതാ തനിക്ക് ഏർപ്പാടാക്കിയിട്ടുള്ളത്. പിന്നെ ദൂരയാത്ര കഴിഞ്ഞ് വിശ്രമിക്കുകയാണെന്നൊക്കെ പറഞ്ഞുണ്ടാക്കണ്ടേ? പൊക്കോളൂ, പൊക്കോളൂ. അമ്മേ, ഇനി പറയാൻ പോകുന്നത് മുഴുവൻ നുണയാണ്. എനിക്ക് വേണ്ടിയല്ല, ഉമ്മയ്ക്ക് വേണ്ടി. എട്ടും പൊട്ടും തിരിയാത്ത ആ പിഞ്ചു കുട്ടികൾക്ക് വേണ്ടി അമ്മ സമ്മതിക്കണം. എവിടെ? മുറിക്കുള്ളോ? നീ പൊക്കോളൂ. ഓപ്പേറ്റു. എടാ കള്ള, ഇങ്ങോട്ട് ഇറങ്ങി വരിക. ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. ഓപ്പയാണ് വിളിക്കുന്നത്. വരാൻ. ഓ, വരണുണ്ട്, വരണുണ്ട്. മുറിക്കുള്ളി കള്ളൻ. അടിയോട് പോയി നോക്കുക. ഓപ്പ നോക്ക. അടിയോട് പോയി നോക്കുക. ഓപ്പ നോക്ക. അടിയോട് പോയി നോക്കുക. ഓപ്പ നോക്ക. ദേ കള്ളം. ഇത് കള്ളനല്ല, സത്യനാ. മരിച്ചുപോയ ശരത്ചന്ദ്ര സിൻഹയുടെ ചെറുമകൻ, ഭാനുമതി സിൻഹയുടെ മകൻ. മുംബൈയിൽ സത്യന്റെ അവിടെ കച്ചേരി നടത്താൻ ഓപ്പ പോയില്ലേ? ഡിന്നർ കഴിച്ചില്ലേ? കോക്ടെയിൽ അടിച്ചില്ലേ? അല്പം മുമ്പ് കാറിനകത്തിരുന്ന് മാപ്പിളപ്പാട്ടം കേട്ടില്ലേ? അതാര് പറഞ്ഞു? ആ ഡ്രൈവർ എല്ലാം എന്റെ അടുത്ത് പറഞ്ഞു. സ്റ്റേഷനിൽ ഒരു വായി നോക്കിയും കാണാത്തുണ്ട്. സത്യേന്ദ്രൻ ഇങ്ങോട്ട് ഫോൺ ചെയ്തിരുന്നു. ഞാൻ ആ കാറും കൊണ്ടുപോയി വിളിച്ചോണ്ട് വന്നത്. അടിയോടി, ഞാനാണ് സത്യേന്ദ്രന്റെ റെയിൽവേ സ്റ്റേഷനിൽ വിളിച്ചോണ്ട് വന്നതെന്ന് സുഭദ്രയോട് പറയണം. അനിയനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്ക്. തെറ്റിദ്ധരിക്കരുത്. റെയിൽവേ സ്റ്റേഷനിൽ വെച്ചു ആള് മാറിപ്പോയി, ഇവിടെ വെച്ചു ആള് മാറിപ്പോയി. ക്ഷമിക്കണം, ഇത്രേ ഓപ്പയ്ക്ക് പറയാനുള്ളൂ. ആരെയാള്? ഏയ്,
സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന് പറയുന്ന പോലെ മറവി സംശയം ഭയം ദഹനക്കേട് എന്നതിന്റെ പ്രതീക ഓപ്പ സുഭദ്ര മാഡത്തിന്റെ ചേട്ടൻ. ഒരു 10 പൈസയുടെ കുറവുണ്ട്. ഓ മബു ഏ മന്ദബുദ്ധി. ഇത് കുബു കുരങ്ങന്റെ ബുദ്ധി. അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് കാണുന്ന രണ്ടാമത്തെ കൊരങ്ങൻ. അപ്പൊ ആദ്യത്തെ കുരങ്ങൻ ആരാ? അപ്പൊ സമ്മതിച്ചു. എവിടേക്കടി ഓടുന്നത്? ആ ബോംബെ നേരിട്ട് സർക്കസ് കാണിക്കണോ? ഞങ്ങൾ കാണാൻ പോവാ. ജിങ്ക ചിക്ക. അത് ശരി, ടിക്കറ്റ് എടുക്കാതെ ഫ്രീ ആയിട്ട് കണ്ടോണ്ട് നിൽക്കുകയാണല്ലേ. ഞങ്ങളൊന്ന് കാണട്ടെ. നാണോ ഇല്ലല്ലോ ഒരുത്തരെ ഇങ്ങനെ ഒളിഞ്ഞു നോക്കാൻ. ബോംബെന്ന് വന്ന ആളാ. നന്നായി പാടും. ബോംബെയിൽ ജനിച്ചു വളർന്നിട്ടും എത്ര അസലായിട്ടാ മലയാളം പറയണേ. ഓ ഇതാണോ ഇത്ര വലിയ ആനക്കാര്യം? പാട്ട് മാത്രമല്ല കക്ഷിയുടെ കയ്യില്. കണ്ടില്ലേ, ഇനിയിപ്പോ അമ്മയുടെ പെറ്റാവും അവൻ. നീ ക്ലീൻ ഔട്ട്. അയ്യടാ, ഏത് ബോംബെക്കാരനായാലും ഡൽഹിക്കാരനായാലും എന്നെ വിട്ടുള്ള കാര്യം അമ്മയ്ക്ക് ഉണ്ടാവില്ല. പിന്നെ നോക്കിക്കോ, 2 ദിവസം കൊണ്ട് അമ്മയെ ഉള്ളം കയ്യിലെടുക്കും ചങ്ങാതി. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാല് പുകച്ച് പുറത്ത് ചാടിക്കും ഞാൻ. ഒരു ബോംബെക്കാരൻ. മോൾ അതിന് വെറുതെ വിയർക്കലാവും. ഒരു വഴി കണ്ടിട്ടുണ്ട് ഞാൻ. ഇന്ന് സരസ്വതി പൂജയുടെ നേരത്ത് ബംഗ്ലാവൊക്കെ നിശബ്ദാണ്ട് മുഹൂർത്തല്ലേ, അപ്പൊ ശരിയാക്കി കൊടുക്കാം. എന്തെങ്കിലും വൃത്തിക്കടനാണെങ്കിൽ വേണ്ട മനസ്സി. കഴിഞ്ഞ പ്രാവശ്യം ഞാനിന്ന് തുമ്മിയതിന് 3 മണിക്കൂർ ശിക്ഷ കിട്ടിയത് ഓർമ്മയില്ലേ? മുറിയുടെ മൂലയിൽ പിടിച്ചിരുത്തിയത്. ദൈവം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതെങ്ങനെ അങ്ങോട്ട് ചോർത്തി കൊടുത്താലുണ്ടല്ലോ. ചേട്ടൻ ടെറസിൽ തലകുത്തി നടക്കണോ? നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? പോടി കുട്ടി കുതിരെ. കണ്ടിട്ട് എന്നെ പേടിയാവുന്നു. ആദ്യം ഭൂമിയിലേക്ക് ഒന്ന് ഇറങ്ങാ. ഈ വക അഭ്യാസങ്ങളൊക്കെ കയ്യിലുണ്ടല്ലേ? വേറെ ഉണ്ട് കാണോ? വേറെ ഒന്നും തോന്നരുത്. ഞാനൊരു ചെറിയ സംഭാവന തരട്ടെ. തന്നോളൂ. രജനീകാന്ത ഇങ്ങനെ കസർത്തും സർക്കസും കാണിക്കാനല്ലേ ഇവിടെ വന്നിരിക്കുന്നത്? അവരെ നാളെ കാണാൻ പറ്റൂന്നല്ലേ പറഞ്ഞത്. അതുവരെ ഞാൻ എന്ത് ചെയ്യാനാ? സത്യം പറ മോനെ, നീ പാട്ട് പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? പാട്ടല്ലേ? മ്യൂസിക് ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. സുഭദ്രാമ ഭയങ്കര സ്ട്രിക്റ്റാ. കള്ളത്തരം പറഞ്ഞാൽ നമ്മളെല്ലാരും ഔട്ടാ. അവരെങ്ങാനും പാടാൻ പറഞ്ഞ നീ എന്ത് ചെയ്യും? ഓ അത് പ്രശ്നമൊന്നുമില്ല. ഞങ്ങളുടെ സർക്കസ് പാട്ടുകളുണ്ട് എന്നറിയേ. അതിലേതെങ്കിലും ഒന്ന്. അത് ബെസ്റ്റ്. വേണമെങ്കിൽ വയറ്റത്തടിച്ച് പാടുകയും ചെയ്യാലോ അല്ലേ? ഓ പിന്നെന്താ. നീ എന്റെ വയറ്റത്തടിക്കും. എന്റെ കുട്ട, ഇതിലൊക്കെ ഭേദം നീ വാ തുറക്കാതിരിക്കുന്നതാ. അനുഷ്ഠാനത്തിന്റെയും ആഠ്യത്വത്തിന്റെയും സാധനയുടെ ഒക്കെ കൂടാ സുഭദ്രാമ. അറ്റ്ലീസ്റ്റ് ഇവിടത്തെ കുട്ടികൾ പാടുന്ന ഏതെങ്കിലും ആലാപനങ്ങളോ സ്വരങ്ങളോ ഒന്ന് കേട്ട് പഠിക്കാൻ നോക്ക. അതോ വീണ്ടും തുടങ്ങോ ബസ്കിലക്കടി കുമ്മാന്നൊക്കെ പറഞ്ഞിട്ട്? അയ്യോ എന്താ? ഒന്നുമില്ല. പിന്നെ 2-3 പ്രാവശ്യം അയ്യോ നിലവിളിച്ചത്? ഒന്നുമില്ല, പൊക്കോളൂ. അതെ, ലേശ ഏഭ്യാദി ലേഹ്യം വാങ്ങി കഴിക്കുക. അല്പ കുറവ് കിട്ടും. കൊള്ളാല്ല. അല്ല ഭ്രാന്തിന്. ഇത് തളം തന്നെ വേണ്ടി വരും. സോറി, ഞാൻ തെറ്റിദ്ധരിച്ചതാ. എന്ത്? രാവിലെ ഓപ്പയും തെറ്റിദ്ധരിച്ചെന്ന് പറഞ്ഞു. സോറി. സാരില്ല. ക്ഷമിച്ചെന്ന് പറയണ എന്റെ ഒരു സമാധാനത്തിന്. സാരില്ലെന്നേ. അമ്മയെ കണ്ടോ? ഇല്ല, അടിയോടി പറഞ്ഞു ഇന്ന് കാണാൻ പറ്റില്ല എന്ന്. ഇതാണ് ഈ അടിയോടിയുടെ കുഴപ്പം. ഒന്നും നേരെ വണ്ണം പറഞ്ഞു തരില്ല. കഴിഞ്ഞ മാസം കൽക്കട്ടയിൽ നിന്ന് ദീപാ ചൗധരി വന്നപ്പോഴും ഇങ്ങനെ തന്നെ. 5-6 മാസം മുമ്പ് അരവിന്ദ് മിത്ര വന്നപ്പോഴും അടിയോടി ഉഴപ്പി. കഴിഞ്ഞ കൊല്ലം ദേവേന്ദ്രനാഥ് വന്നപ്പോഴോ മാനസികയെ എന്നെ സഹായിക്കാൻ പറ്റുള്ളൂ എന്ന് അടിയോടി പറഞ്ഞത്. വന്ന ഉടനെ ചെന്ന് കണ്ടില്ലെങ്കിൽ പിന്നെ അമ്മയ്ക്ക് അത് മതി. വലിയ ഗൗരവക്കാരി അമ്മ. മൂക്കിന്റെ തുമ്പത്തെ ദേഷ്യം. കേട്ടിട്ടുണ്ട്. അമ്മയൊന്ന് ചിരിപ്പിക്കാൻ കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. വഴി ഞാൻ പറഞ്ഞുതരാം. മാപ്പ്. എല്ലാരും പറഞ്ഞു ചെയ്തത് തെറ്റായെന്ന്. ശരിയാണെന്ന് കരുതി ചെയ്തതാ. ബോംബെയിലെ ഭാനുമതി സിൻഹയുടെ മകൻ സത്യചന്ദ്രൻ. അതെ. നാളെ രാവിലെ സരസ്വതി അമ്മ കഴിഞ്ഞ് കാണാമെന്ന് കരുതിയതായിരുന്നു. തെറ്റിച്ചു നീ അല്ലേ? എന്താ ഒന്നും മിണ്ടാത്തത്? മാപ്പ്. ലക്നോ ഷാമഖാനയിൽ വെച്ച് ഗുരുശരൺ മഹാപത്ര പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു ഭാനുമതി സിൻഹയെ കുറിച്ച്. കണ്ടിട്ടില്ല. ഇപ്പോഴാ അറിയുന്നത് അവർക്ക് ഇങ്ങനെ ഒരു മകനുണ്ടെന്ന്. മിസ്സസ് സിൻഹ ഇപ്പോ? അച്ഛനും അമ്മയും പിരിഞ്ഞിട്ട് 15 വർഷം കഴിഞ്ഞു.
ഞാൻ കണ്ടിട്ടുണ്ട് ബോംബെ ഷൺമുഖാനന്ദ ഹാളിൽ കച്ചേരി അവതരിപ്പിക്കാൻ വന്നപ്പോ കഴിഞ്ഞ ഓണത്തിന്. ആരാ ആ ഗോഷ്ഠിവേഷം നിനക്ക് തന്നത്? ആരും തന്നതല്ല, റൂമിൽ കിടക്കുന്ന കണ്ടു. കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു, എടുത്തിട്ടു. അപ്പ ആ പാട്ടോ? അതാരാ പൂജാ സമയത്ത് തന്നെ നിന്നോട് പാടാൻ പറഞ്ഞത്? അതും ആരും പറഞ്ഞതല്ല, അങ്ങനെ തോന്നിയെന്ന് മാത്രം. ഭാനുമതി സിൻഹ തന്നെയാവും ഗുരു അല്ലേ? അതെ, പിന്നെയും പല സ്ഥലത്ത്. വർഷത്തിലൊരിക്കൽ ഈ ബംഗ്ലാവിന്റെ നിശബ്ദതയിലേക്ക് വാഗ്ദേവത അനുഗ്രഹിക്കുന്ന നിമിഷമായിരുന്നു അത്. മുടങ്ങാതെ നടന്നു പോരുന്നതായിരുന്നു ആ പൂജ. ഇന്ന് നീ അത് മുടക്കി. പൊയ്ക്കോളൂ, രാവിലെ പൂജാമുറിയിലേക്ക് വാ. ഇപ്പൊ എന്തായി? ഞാൻ പറഞ്ഞില്ലേ അവൻ അമ്മയുടെ പെറ്റാവൂന്ന്. അതിനിപ്പോ എന്താല്ലേ, ഒരബദ്ധം ഏത് ഡാൻസ് മാഷക്കും പറ്റും അല്ലേ കുട്ടി കുതിരെ? വെളുക്കാൻ തേച്ചത് പാണ്ടായി. അല്ലേ കുക്കു? എല്ലാത്തിനും വേണം ഈ ഓപ്പ ഓപ്പ ഓപ്പ. ആ മനസ്സേ, നീ ഇങ്ങനെ തെക്ക് വടക്ക് നടന്നോളൂ. ആ ചെക്കൻ അതാ തമ്പൂര് എടുത്ത് പൂജാമുറി വെക്കണു, നിലവിളക്ക് തുടച്ചു വെക്കണു, തിരി തെറുക്കണു. എന്നും നീയല്ലേ ഇതൊക്കെ ചെയ്യാറുള്ളത്. ഇങ്ങനെ പോയാൽ ആ സുഭദ്രയുടെ സ്നേഹവും വാത്സല്യവും ഒക്കെ അവനോടാവും. ഇത്രയും ഓപ്പയ്ക്ക് പറയാനുള്ളൂ. അങ്ങോട്ട് ചെല്ലുക. ബുദ്ധി ഇല്ലാന്ന് വെച്ചാ. നാദം ബ്രഹ്മമാണ്, സംഗീതം ദൈവഹിതമാണ്. ഓരോരുത്തർക്കും കിട്ടുന്ന ശബ്ദം അവനവന്റെ ജന്മവരമാണ്. അതിനെ നിതാന്തമായ സാധനയിലൂടെ, വിട്ടുവീഴ്ചകളില്ലാത്ത അനുശീലനത്തിലൂടെ, കഠിനമായ നിഷ്ഠകളിലൂടെ വളർത്തിയെടുക്കലാണ് സംഗീതത്തിന്റെ ധർമ്മം. സംഗീതം മഹാസാഗരമാണ്. ഒരു ജന്മം കൊണ്ട് അതിന്റെ അഗാധത അറിയുക അസാധ്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? നാദം കൊണ്ട് പ്രപഞ്ചത്തെ ഉലയ്ക്കാം. അറ്റ വേനലിൽ അമൃതവർഷിണി രാഗം ആലപിച്ച് മഴ പെയ്യിച്ച സംഗീത വിദഗ്ധന്മാർ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. ഉണങ്ങിക്കരിഞ്ഞ പടുമരം പൂത്തുലയാൻ തക്ക രാഗവിസ്താരങ്ങൾ നമ്മുടെ പൂർവികന്മാർ സ്വായത്തമാക്കിയിരുന്നു. നാദം കൊണ്ട് പ്രപഞ്ചത്തെ നിയന്ത്രിക്കാം, നമ്മുടെ ചൊൽപ്പടിക്ക് നിർത്താം. എന്താ ഇങ്ങനെ വായും പൊളിച്ച് നിൽക്കണേ? പറ, എന്തെങ്കിലുമൊക്കെ കടിച്ചാ പൊട്ടാത്ത കാര്യങ്ങൾ നിയന്ത്രിച്ച് പറ. അമ്മേ, ഞാൻ മനസ്സിലാക്കിയത് തെറ്റാണോന്ന് അറിയില്ല. സംഗീതം മുഴുവൻ പ്രകൃതിയിലാണ്. ഓരോ ജീവജാലത്തിനും അതിൻ്റെതായ താളവും നാദവുമുണ്ട്. ആരാണ് അവർക്കൊക്കെ സാധകം ചെയ്യിച്ചു കൊടുക്കുന്നത്? ആരാണ് അവരെ അനുഷ്ഠാനം പഠിപ്പിക്കുന്നത്? മൈനയുടെ രാഗവിസ്താരങ്ങൾ ഏത് നിഷ്ഠയുടെ ഫലമായി ഉണ്ടായതാണ്? ഞാൻ പറയുന്നതൊക്കെ ശരിയാണോ എന്തോ? ശരിയാണോന്നോ? ഇതൊക്കെ സംഗീതത്തിന്റെ സത്യങ്ങളാണെന്നാ എനിക്കിപ്പോ തോന്നുന്നത്. എന്താ? പ്രകൃതിയിൽ നിന്നാണ് സർവ്വ സംഗീതവുമെന്ന് എങ്ങനെയോ ഞാൻ ധരിച്ചു. അതിലേക്ക് അലിഞ്ഞു ചേരൽ മാത്രമാണ് സംഗീതജ്ഞന്റെ ധർമ്മമെന്നും. ഇതൊക്കെ ഇവിടെ പറയാവൂന്ന് എനിക്കറിയില്ല. അറിയാത്തൊക്കെ പഠിക്കാനാണല്ലോ ഞാനിവിടെ വന്നിട്ടുള്ളത്. എവിടെയായിരുന്നു നീ ഇത്രയും നേരം? മടി കുറെ കൂടിയിട്ടുണ്ടെന്ന് നിനക്ക്. എല്ലാം പഠിച്ചോന്നുള്ള ഹുങ്കാവും. ദാ നോക്ക്, ഇവൻ പറയുന്ന കേട്ടോ നീ? സംഗീതത്തിന്റെ രഹസ്യമായി അവൻ പറയുന്നത്. ഇത്രയും കാലം എന്റെ കൂടെ കഴിഞ്ഞിട്ടും ഇതൊന്നും മനസ്സിലായില്ലല്ലോ നിനക്ക്. കുട്ടികളിയാണെന്നാ വിചാരം. സ്റ്റുപ്പിഡ്. എന്നെ വിളിച്ചോ? ഇല്ല, പോയി കുളിച്ച് പ്രാക്ടീസ് ചെയ്യാൻ നോക്ക്. ലേസി ഇഡിയൻ. തന്നെയാവില്ല. എന്നും രാവിലെ എണീക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ ശപിക്കുക, ഇത്രയധികം നുണകൾ പറയേണ്ടി വരുന്നതിന്. നീ വലിയ സെന്റിമെന്റിലൊന്നും ആകണ്ട. പാട്ട് പഠിക്കല നിന്റെ ജോലി. അത് പഠിച്ചു കഴിഞ്ഞിട്ടില്ലല്ലോ. ഓ ആട്ടെ, പെർഫോമൻസ് ഓഫ് മില്ലേനത്തെ കുറിച്ച് വല്ലതും പറഞ്ഞവള്? പറഞ്ഞു, അവരുടെ ജീവിതാഭിലാഷം അത്. ഒരമ്മയുടെ സ്നേഹം അവരെനിക്ക് തരുന്നത്, ഒരു ഗുരുവിന്റെ വാത്സല്യവും. എങ്ങനെ ഇനി അവരോട് കള്ളം പറഞ്ഞു അമ്മയുടെ സ്നേഹവും ഗുരുവിന്റെ വാത്സല്യവും. എടാ ചാർലി,
10-12 വർഷം അവളോട് കഴിഞ്ഞവനാണ് ഞാൻ. സുഭദ്രാദേവിക്ക് ഈ ലോകത്തൊരൊറ്റയാളുടെ സ്നേഹവും വാത്സല്യവും ഉള്ളൂ. അത് സുഭദ്രാദേവിയോട് മാത്രമാണ്. ഒരു റിയൽ പ്രൊഫഷണൽ അങ്ങനെയാണ് വേണ്ടതെന്ന് അവൾ വാദിച്ച് സമർത്ഥിക്കുകയും ചെയ്യും. അതുകൊണ്ട് അവളുടെ ജാടയൊന്നും നിന്റെ മനസ്സിനെ വിഷമിപ്പിക്കണ്ട. നിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞാനുണ്ടല്ലോ. ഉമ്മ, കുട്ടികൾ അവർക്കൊന്നും ഒന്നിനും ഒരു വിഷമവും ഇല്ല. ഞാനും കയറാനും തെരുവി ചാടിത്തുള്ളാനും പോകേണ്ട ആവശ്യവും ഇല്ല. ആ, അത് പറഞ്ഞപ്പോഴൊരു കാര്യം ഓർത്തേ. നമ്മുടെ പത്മനാഭം വക്കീലിന്റെ ഒരു കക്ഷി ഐ സ്പെഷ്യലിസ്റ്റാ. ഐ ഡോണർ ക്ലബിന്റെ പ്രസിഡന്റാണ്. ആ ക്ലബില് ഞാനൊരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഉമ്മയുടെ പേരിൽ. വൈകാതിരിക്കാൻ വേണ്ട ഇൻഫ്ലുവൻസും ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ട ഉമേ, ചന്തു, ബാലു, ദീപു, പൊന്നൂസേ, എനിക്കിവിടെ സുഖം തന്നെ. വലിയൊരു ബംഗ്ലാവായത്. സംഗീതവും നൃത്തവും കൊണ്ട് ഒരു അമ്പലത്തിന്റെ പരിശുദ്ധിയുള്ള സ്ഥലം. സുഭദ്രാദേവി നല്ല അമ്മയാണ്. നിങ്ങളെക്കുറിച്ച് പറയണമെന്നുണ്ടായിരുന്നു എനിക്ക്. പക്ഷേ മറ്റൊരാളായല്ല ഞാനിവിടെ കഴിയുന്നത്. അതുകൊണ്ടാണ്. കത്ത് വായിച്ചു തീർന്നു ചേച്ചി. ചാർലിയുടെ ശബ്ദം പോലും ഒന്ന് കേൾക്കാൻ കഴിയുന്നില്ലല്ലോ. പോയിട്ട് എന്നേക്ക് 27 ദിവസങ്ങൾ തികയുന്നു. അവന്റെ കൂടെ സർക്കസും പാട്ടുമായി കഴിയുന്നതാ ഇതിനേക്കാൾ ഭേദം, എത്രയോ ഭേദം. ഇതിവിടെ ഒറ്റയ്ക്കിങ്ങനെ തടവിലായതുപോലെ. പാവം, അവനോട് ഒറ്റയ്ക്കാവല്ലോ. ഇങ്ങനെ ഇപ്പൊ പിരിഞ്ഞിരിക്കുമ്പോഴാ പിന്നെയും മനസ്സിലാവുന്നത് ഒരിക്കലും പിരിയാൻ വയ്യാന്ന്. എപ്പോഴാണോ ആർക്കെ സാറ് അവന് വിട്ടുതരിക? ഹലോ, ഞാനൊരു കാര്യം ചോദിക്കാനാ വന്നത്. ധൈര്യമായിട്ട് ചോദിച്ചോളൂ. പാട്ടിനെ കുറിച്ചോ അതോ ഡാൻസിനെ കുറിച്ചോ? രണ്ടുമല്ല, ഒരു പേഴ്സണൽ പ്രോബ്ലം. ആരാ അതിനൊരു സൊല്യൂഷൻ പറഞ്ഞു തരാന്ന് അറിയില്ല. അതുകൊണ്ട് 4-5 പേരെഴുതി നറുക്കിടാന്ന് വെച്ചു. നറുക്കെടുപ്പോ? അത് കൊള്ളാം. എന്നാ ശരി. എടുക്ക്. സത്യക്ക് തന്നെ നറുക്ക് വീണത്. സൊല്യൂഷൻ പറഞ്ഞു തരേണ്ടത് സത്യ തന്നെയാ. വേറെ ആര് പറഞ്ഞാലും ശരിയാവില്ല. ശരി, എന്താ പേഴ്സണൽ പ്രോബ്ലം? അതൊക്കെ പിന്നെ പറയാം. ആ, നീ എന്താ അമ്പലത്തിലേക്ക് വരാഞ്ഞ്? ഞാൻ വന്നപ്പോഴേക്ക് അമ്മ പോയി. സത്യ, ആ? ദാ പ്രസാദം. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു. ആ, വൈകുന്നേരം പാർട്ടിയുണ്ട്, നീ ഉണ്ടാവണം എല്ലാത്തിനും. ഓ, അതെ, നറുക്ക് വീണത് മറന്നിട്ടില്ലല്ലോ. ഇല്ല. എന്താ പ്രോബ്ലം? പ്രേമത്തെ കുറിച്ചൊരു സംശയം ചോദിക്കാനാ. ഇത് ചോദിക്കാനാണോ നറുക്കിട്ടത്? അതിന് ഞാൻ പ്രേമത്തിന്റെ എക്സ്പേർട്ട് ഒന്നും അല്ലേ. ആണെന്നാണല്ലോ ദൈവം പറഞ്ഞത്. അല്ലെങ്കിൽ സത്യക്ക് തന്നെ നറുക്ക് വീഴുവോ? ദൈവം പറഞ്ഞാ പിന്നെ അതിന് അപ്പീലുണ്ടാവില്ലല്ലോ, അല്ലേ? ഒരു ദിവസം ഞാൻ കോളേജ് വിട്ട് വരികയായിരുന്നു. കാറില്ലാത്തോണ്ട് ബസ്സിലാ വന്നത്. ബസ് ഇറങ്ങി നടക്കാൻ തുടങ്ങിയപ്പോ പെട്ടെന്ന് മഴ. ഞാൻ ഓടി ഒരു മരത്തിന്റെ ചോട്ടിൽ ചെന്ന് നിന്നു, മഴ കൊള്ളാതിരിക്കാനേ. എന്നിട്ട് അപ്പൊ ഒരു ചെറുപ്പക്കാരൻ ഓടി അങ്ങോട്ട് വന്നു. ചെറുപ്പക്കാരനോ? എന്തിനു? അത് മനസ്സിലായില്ലേ? മഴ നനയാതിരിക്കാൻ. എങ്ങനെ ആള്? കണ്ടാൽ എങ്ങനെ? കണ്ടാൽ ദേ സത്യം പോലെ തന്നെ.
കെട്ടഴിച്ച് പിഴിയാൻ തുടങ്ങുമായിരുന്നു അയാൾ. പെട്ടെന്നല്ല കണ്ടത്. അയാളൊന്നും മടിച്ചു. അപ്പൊ ഞാനൊരു കണ്ണുപൊട്ടിയെ പോലെ അഭിനയിച്ചു. എന്തിന്? വെറുതെ. വെറുതെ ആവില്ല, അയാള് ഷർട്ട് അടിക്കുന്ന കാണാനാവും. ഓ, ആണെങ്കി ആണെന്ന് വെച്ചു. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഒരു ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ, ആരാ? ഞാനാ. എന്താ വേണ്ടേ? ഓ, വന്നു. എന്താ വേണ്ടേന്ന്? ഒന്നും വേണ്ട. പിന്നെ ആരാ വിളിച്ചത്? ആരും വിളിച്ചില്ല. ആ, എന്നാ അവിടുന്ന് അവിടെ ആരും വിളിച്ചില്ല. എന്നാ ഇവിടുന്ന് അങ്ങോട്ട് പോ. ഹലോ. ഇത് കഴിക്കേ, എന്നിട്ട് പറയാം. എനിക്ക് വേണ്ട കോള. ആ, എന്നാ കഥ അയ്യോ, പിന്നെ. കോളതാ കോളതാ. പറ. കഴിക്കേ. പറ. ഡ്രസ്സൊക്കെ കഴിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഏയ് ഞാൻ കണ്ണുപൊട്ടിയല്ല. ആ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു. ചമ്പിട്ട് കള്ളു കുടിച്ച ഓപ്പയെ പോലെ. ഓപ്പേ പോലെയോ? പിന്നെ പലപ്പോഴും കണ്ട അയാളെ. ഇപ്പോഴിപ്പോഴായിട്ട് കാണാതിരിക്കാൻ വയ്യാന്നൊരു തോന്നല്. ഇത് പ്രേമമാണോ? നറുക്കെടുപ്പ് കഴിഞ്ഞപ്പോഴേ സംഭവം മനസ്സിലായി. എന്നെ ഇഷ്ടമാണെങ്കിൽ നേരിട്ടൊക്കെ പറഞ്ഞാ പോരെ. പിന്നെ ഒരു മോഹം. വേറൊരാളുടെ കാര്യമില്ല ഞാൻ പറഞ്ഞത്. അതെ, എന്നാ പിന്നെ ഞാനിപ്പോ പറയട്ടെ എല്ലാരോടും. എന്താ പ്രശ്നം? താനാരാ? താനാരാ? എന്താ പ്രശ്നം? ഞാൻ ഓപ്പ. അപ്പൊ ഞാനോ? സത്യ. അല്ല, അതെ, ബോംബെയിലെ ഭാനുമതി സിൻഹയുടെ ഹസ്ബൻഡ്. ഫാദർ. സൺ. അല്ല, മകൻ. പാട്ടുകാരൻ. എന്നൊരു പാട്ട് പാട്. ചന്തമുള്ള വെൺമണിയിൽ ചെഞ്ചലുള്ളിൽ പാടൂ, എന്താണല്ലേ കള്ളിറക്കൂ. ഓ, കുളിരമ്മളയും താരകളും ഭൂമിയിൽ അടിയോടി പിടിച്ചു കൊണ്ടുപോ. കഥ പറയാം, കഥ പറയാം. ആ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. തന്നെ കാണാൻ അങ്ങോട്ട് വരികയായിരുന്നു. ഇന്നലത്തെ തന്റെ പ്രകടനം മാഡത്തിന് വളരെ ഇഷ്ടായിട്ടോ. ആണോ? ആ, തനിക്ക് എന്തൊരു ചുറുറുക്കെന്നാ മാഡം ചോദിക്കണേ. അതെയോ? വേഗം പോയി അങ്ങോട്ട് മാപ്പ് പറയാ. താൻ വന്നു കയറി എന്നെ പാട്ട് പാടി ബഹളം ഉണ്ടാക്കിയത് പോലെ അല്ലേ ഇത് സംഗതി സീരിയസാ. ആ 17-ാം തീയതിക്കല്ലേ റെക്കോർഡിംഗ് തിയേറ്റർ പറഞ്ഞിട്ടുള്ളത്. മറക്കണ്ട, അതൊന്ന് ഫോളോ അപ്പ് ചെയ്യണം. ശരി അമ്മേ. കപ്പാസിറ്റി വളരെ കുറവാണല്ലേ? കണ്ടില്ലേ മുഖം ഒരിത്തിരി അകത്ത് ചെന്നതിന്. ഇവൾക്ക് കുറച്ച് കുറുമ്പ് കൂടുതലാണല്ലേ? ദാ ചെവിക്ക് പിടിച്ച് നല്ലൊരു പിച്ചു കൊടുക്കും. മനസ്സിൽ വെറുതെ ഓടണ്ട. അവിടെ നിൽക്കാൻ. ആരാ ഉമ്മ തന്നത്? ഹലോ. ഹലോ. നീ ഫോണുമായിട്ട് ഇവിടെ നിൽക്കായിരുന്നോ? ഞാനിത് എവിടേക്ക് അന്വേഷിച്ചു. അത് ഓപ്പയ്ക്ക് തരിക. കുറച്ച് പാർട്ടീസിനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. പെൺകുട്ടികൾ ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം. ഇത്രയും ഓപ്പയ്ക്ക് പറയാനുള്ളൂ. ഒപ്പയ്ക്കുള്ളൂ.
എവിടുന്നാ? അതെ, ഫോൺ ചെയ്യാനാണെങ്കിൽ അങ്ങ് ചെയ്താ പോരെ. വെറുതെ ഇതിനെ കട്ട് ചെയ്യുന്നത്. എനിക്കിപ്പോ തന്നെ കിട്ടിയാനെ. എന്ത് എന്താ ഈ ഓപ്പ എന്താ ഓടയിൽ വീണോ? കുറച്ച് ഐസ് വാട്ടർ പോലും ഒഴിച്ചു. വല്ലാത്ത ഉഷ്ണം. ഇപ്പൊ കുറവുണ്ടോ? ഏയ്, വാ വാ വാ. ആട്ടെ, എവിടെ പോയി ബാക്കി എല്ലാരും? ഒരു സാബ്ജോന്റെ വെഡിങ് ആനിവേഴ്സറിക്ക് അമ്മയുടെ കച്ചേരി ഉണ്ട്. താൻ പോയില്ലേ? പോയെങ്കിൽ പിന്നെ ഇവിടെ കാണുവോ? ഞാനൊരു നുണ പറഞ്ഞു, പനിയാന്ന്. നുണ പറഞ്ഞതാ, പനിയൊന്നുമില്ല. എനിക്കിഷ്ടമല്ല അവരുടെ പാർട്ടികള്. അതെന്താ? ഇവിടുത്തെ പാർട്ടി പോലെ തന്നെയല്ല അതും. ഇന്നാളെ സുഭദ്രാമ്മയുടെ ബർത്ത്ഡേ പാർട്ടി നടന്ന പോലെ. ഏയ്, ഇത് ഭയങ്കര ജാടയാന്നേ. ഫോർമാലിറ്റീസ്, റിച്വൽസ്. ഇരിക്കുന്നതിനും നടക്കുന്നതിനും സംസാരിക്കുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും പച്ചവെള്ളം കുടിക്കുന്നതിന് പോലും ഫോർമാലിറ്റീസ്. ഹലോ, താങ്ക് യു, എക്സ്ക്യൂസ് മീ. പരമ ബോറാ. അതെ, ഈ ജാടകളും ഫോർമാലിറ്റീസും ഒന്നും ഇല്ലാത്ത പാർട്ടികളും ഉണ്ട്. ഉവ്വ്, ബോംബെയിലെ പാർട്ടികൾ ഇതിലും ബോറാ. ബോംബെയിലെ സത്യചന്ദ്രൻ, പ്രശസ്ത ഗസൽ ഗായികയായ ഭാനുമതി സിൻഹയുടെ ഏക മകൻ. എങ്ങനെയാ ഇവിടെയുള്ള ഇവരെയൊക്കെ ഇത്ര അടുത്തറിയുക അല്ലേ? എന്ന് വെച്ചാൽ സത്യേന്ദ്രൻ എന്നൊരാളില്ല. ഞാൻ ചാർലിയാണ് മനസ്സിൽ. ഇവിടുത്തെ തെരുവുകളിൽ ആടിയും പാടിയും സർക്കസ് കളിച്ച് നടക്കുന്ന ഒരു അനാഥൻ. ഒരുപാട് ഉത്തരവാദിത്തങ്ങളും പ്രാരാബ്ദങ്ങളുമുള്ള വെറും ഒരു സ്ട്രീറ്റ് ബോയ്. അതെ, മാനസിയുടെ അച്ഛനെ എന്നെ കൊണ്ട് അയച്ചത് പാട്ട് പഠിക്കാനെന്നും പറഞ്ഞു. 1000 വട്ടം ഞാൻ കരുതിയതാ ഈ സത്യം നിങ്ങളോടൊക്കെ തുറന്നു പറയണമെന്ന്. പക്ഷേ ഓരോ തവണയും 5 മുഖങ്ങൾ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരിക. ഒരു കണ്ണുപൊട്ടി പെണ്ണിൻ്റെയും 4 അനാഥ കുട്ടികളുടെ. അവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ. ഇനി ശിക്ഷ എന്താന്ന് വെച്ചാൽ വിധിക്കാം. തയ്യാറ് അനുഭവിക്കാൻ. ചാർലി പറയുന്ന ആ അമ്മയില്ലേ, ഉമ്മയുടെ അമ്മ, അവരെ എനിക്ക് ചാർലിയെ തന്നതെന്ന് തോന്നുന്നു. ഇനി അത് തിരിച്ചെടുക്കാൻ ആ അമ്മയ്ക്ക് പോലും കഴിയില്ല ചിലപ്പോ. ഞാൻ എന്റെ മനസ്സ് തന്നത് ചാർലിക്ക. തെരുവിൽ നിന്നോ മാളികയിൽ നിന്നോ വന്നത് എന്ന് നോക്കിയിട്ടല്ല. സനിച്ചേച്ചിയും വിജയനെയും ഉപദേശിച്ച് നടന്നപ്പോ എനിക്കറിയാത്തൊരു കാര്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ നിശ്ചയിക്കണേ നമ്മളല്ല, ഈശ്വരനാണ്. ഈശ്വരനും ചിലപ്പോൾ തെറ്റുപറ്റും. ഇല്ല, ഇക്കാര്യത്തിൽ തെറ്റുപറ്റില്ല, എനിക്കുറപ്പാ. എന്തോ അമ്മേ, ഇവരെന്നെ അറസ്റ്റ് ചെയ്തിട്ട് വരാണല്ലോ. ചാർലിയുടെ ഒരു വിവരം പറയാനാ. അത്രേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു എന്താ അത്യാവത്തായിരിക്കുന്നു. എന്താ കാര്യം? 10-ാം തീയതിക്ക് ശേഷം ഏത് ദിവസം ഓപ്പറേഷൻ ഉണ്ടാവുമെന്ന് ആർക്കി സാർ പറഞ്ഞു. ചാർലി വിവരം അറിയിക്കണം. അടുത്ത 10-ാം തീയതി അല്ലേ? അതിന് ഇപ്പോഴേ തന്നെ അറിയിക്കണോ? വേണം, അവൻ തിരക്കിലാവും. ഒരുപാട് എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്ന് എഴുതിയിരുന്നു. ചാർലി വന്നാലേ ഞാൻ ഓപ്പറേഷന് സമ്മതിക്കൂ. കണ്ണു തുറന്ന് ആദ്യം നോക്കുന്നത് അവന്റെ മുഖത്തേക്കാവണം. ഞാൻ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. എന്താ കാര്യം? ഇവിടെ വെച്ച് തന്നെ കണ്ടത് നന്നായി. ഞാൻ ഒരു സാധനം കാണിച്ചു തരാം. അലമാരി വെച്ചിരിക്കുക. അയ്യോ, കാണണ്ട. എന്നാലും ഒന്ന് കാണാലോ. പിന്നെ സൗകര്യപൂർവ്വം കണ്ടോളാം. ഇപ്പൊ തന്നെ കാണുന്നില്ലല്ലോ. അത് പോരാ, ഇപ്പൊ തന്നെ അയ്യോ, അത് പിന്നെ എപ്പോഴായാലും കണ്ടാ പോരെ. അത് മാത്രമല്ല, ഇതിനകത്തിരിക്കുന്ന സാധനത്തിന് സത്യത്തിനായിട്ടൊരു കണക്ഷനും. അതെ, അതും കൂടി പറയാനാണ് ഞാൻ തന്നെ അന്വേഷിച്ചത്. പിന്നെ ബോംബെയിൽ ഒരു കച്ചേരി നടത്തണം, എന്റെ വയലയും കച്ചേരി. അതിനു വേണ്ടി ഒരു വയലയും ഞാൻ മാറ്റി വെച്ചിരിക്കാം. അറിയാതെ. എന്തേ? ഒന്നുമില്ല. ഞാനേ അസലായിട്ട് വയലിൻ
സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോ ചുമ്മാ ഇരിക്കാം. അല്ല ഓപ്പ പറഞ്ഞു. ആ തൂത്തുക്കുടിയിലോ അല്ല പിന്നെ ചാലക്കുടിയിലോ ലാൽക്കുടിയിലോ ഒരു വലിയ വയലിൻ തോന്നുന്നുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ കൂടെ ആയിരുന്നു ഞാൻ. ചെന്ന് കേറി 24 മണിക്കൂർ കഴിഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ഡൈ ശ്രീനിവാസ നീ പോയി തനിയെ വായിക്കോ, അതാ ഉനക്ക് ബെറ്റർ. അന്ന് മുതൽ എന്റെ മനസ്സിൽ വലിയൊരു ആഗ്രഹമാണ് ബോംബെയിൽ ഒരു വയലിൻ കച്ചേരി നടത്തണമെന്ന്. ബോംബെയിൽ നല്ല ഇൻഫ്ലുവൻസ് കാണുമല്ലോ, പിന്നെ ഭയങ്കര എന്നാ കച്ചേരി ഗംഭീരമായിരിക്കും. വയലിൻ. അയ്യോ ഇന്ന് വയലിൻ കാണാൻ പറ്റിയ മുഹൂർത്തമല്ല. പോരാത്തതിന് ഇപ്പൊ യമകണ്ഠ കാലം കൂടെ. അയ്യോ യമകണ്ഠമാണോ? നീയും കാണണ്ട ഞാനും കാണണ്ട. ഓപ്പ ഒരു വയലിൻ ഉസ്താദല്ലേ? കൊച്ചു കള്ളൻ ആരോടും പറയാതെ ഞാനൊരു ഉമ്മരട്ടെ. എന്റെ അമ്മേ ഇങ്ങോട്ട് ഓപ്പ ഇപ്പൊ കണ്ടുപിടിച്ചാനെ. കണ്ടാലെന്താ? ഈ കുതിരക്ക് പേടിയൊന്നുമില്ലേ? ഏയ് അയ്യോ അതെ അമ്മ. അയ്യോ എടാ ഇതാ മാപ്പിള പാട്ടുകാരനല്ലേ? നിനക്കെന്താ ഇവിടെ കാര്യം? ഗുണ്ട് മേടിക്കട്ടെ. സാരി നമ്പർ 260. തേടിയ വള്ളി കാലി അല്ല കയ്യിൽ ചിറ്റി. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ആ ഓപ്പ എങ്ങനെ കണ്ട? നിന്റെ കോപ്പന്നെ കണ്ടുടാ. ഇവിടെ കയറി ഒളിച്ചിരുന്നാ കണ്ടുപിടിക്കാനും കഴിയില്ല. എവിടെ ഉണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിക്കും. ഉമ നിർബന്ധമായിട്ടും പറഞ്ഞോണ്ടാ വന്നത്, അല്ലാതെ ഇവിടുത്തെ കളി പുറത്താക്കാനല്ല. ഉമയും പിള്ളേരും കാണാഞ്ഞു എനിക്ക് മനസ്സിനൊരു സുഖമില്ല. വരുന്നുണ്ടെന്ന് പറഞ്ഞേക്ക്. ഇവിടെ നിന്ന് ഒരു ഒഴിവ് കിട്ടിയാ ഞാൻ എത്തും. 10-ാം തീയതി ഓപ്പറേഷൻ. അതിനു മുമ്പ് വരും. ആർക്കെ സാർ പണമൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ അല്ലേ? അതിനൊന്നും ഒരു പ്രശ്നമില്ല. കുഞ്ഞുനാൾ മുതൽ കൈ വളരുന്നോ കാല് വളരുന്നോ നോക്കി ഉപ്പും ചോർന്നു വളർത്തിയത് സുഭദ്രയാ. അതിന്റെ കൂലിയാണോടാ ഇത്? എന്നെ നൃത്തം പഠിപ്പിച്ച് ലോകം മുഴുവൻ കൊണ്ടു നടന്ന് പേരും പെരുമയും ഉണ്ടാക്കി തന്നതിന്റെ പ്രതിഫലമാണോ ഇത്? ചോദിച്ചു നോക്ക് പുന്നാര മോനോട് എന്താ ഉണ്ടായത്? മോഷ്ടിച്ചു. കൂടെ നിർത്തി നൃത്തം ചെയ്യിച്ചു എന്ന് കരുതി സംഗീതം ഇവന്റെ സ്വന്തമാണെന്ന് കരുതിയോ? കരുതി. കുട്ടിക്കാലം മുതൽ ഒന്നിച്ച് കളിച്ചു വളർന്നപ്പോ അങ്ങനെ കരുതി. ഞങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ടത് ഒരു തെറ്റാണോ? ആരും ഒന്നും പറഞ്ഞില്ലല്ലോ ഞങ്ങളോട്. ശരിയല്ലേ അവൻ പറഞ്ഞത്? നിങ്ങൾ ഇങ്ങനെ തുള്ളുന്ന കണ്ടാ തോന്നൂല്ലോ അവൻ എന്തോ കൊലക്കുറ്റം ചെയ്തിട്ട് നിൽക്കുകയാണെന്ന്. എടി നിനക്ക് അറിയാഞ്ഞിട്ടാ? അറിയാഞ്ഞിട്ടല്ല, അറിഞ്ഞിട്ട് തന്നെയാ. ബന്ധം വെച്ച് നോക്കിയാല് അവൻ അവകാശപ്പെട്ടത് തന്നെയല്ലേ അവള്. അതൊക്കെ ശരിയായിരിക്കാം, പക്ഷെ സുഭദ്രക്ക് ഇഷ്ടാവല്ലത്. സംഗീതയുടെ കല്യാണം ഏതാണ്ട് ഉറപ്പിച്ച പോലെ പെണ്ണ് കാണാൻ പറഞ്ഞോണ്ട് ചെറുക്കനും കൂട്ടരും. എന്താ ഞാൻ ചെയ്യേണ്ടത് ഈശ്വര? ഇരിപ്പ് കണ്ടില്ലേടി? എല്ലാം തെരച്ചാക്കി പോയിട്ടുണ്ടാവല്ലേ? കുറേശ്ശെ വയർക്കുന്നുണ്ടോ? കുട്ടിക്കാലം മുതലേ എന്റെ കൂടെ തന്നെയാ അവള്. മറ്റൊരു വീട്ടിൽ നിന്നിട്ടില്ല. കൊണ്ടുപോണത് ദൂരേക്കൊന്നും അല്ലല്ലോ, എപ്പോ വേണമെങ്കിലും വരാൻ പോവാം. നിങ്ങൾക്കൊക്കെ അങ്ങോട്ടും എപ്പോഴും വരാല്ലോ. അതെ, പിന്നെ നോക്കൂ, ഇവിടെ ഇങ്ങോട്ട് നോക്കൂ. ഇഷ്ടം പോലെ കഴിച്ചോളൂ, ഫ്രീ ആയിട്ട് കിട്ടണല്ലേ. വേറെ എടുത്തോളൂ. ഇരിക്കൂ, വരൂ, ഇരിക്കൂ. ദേ
അവരൊക്കെ വന്നു. സുഭദ്രടുത്തെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു അവിടെ. ഞാൻ പോണില്ല അങ്ങോട്ട്. കാര്യങ്ങളൊക്കെ ഇത്ര അറിയുന്ന സ്ഥിതിക്ക് സുഭദ്രയുടെ മുമ്പിൽ പതറും ഞാൻ. വേണ്ട, വരുന്നതുപോലെയൊക്കെ വരട്ടെ. എല്ലാം പറഞ്ഞു ഉറപ്പിച്ച സ്ഥിതിക്ക് എനിക്കിനി ഒരു റിക്വസ്റ്റും കൂടിയുണ്ട്. കുറേ കാലമായിട്ട് ഞങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. മാർച്ചിലാണ് അതിൻ്റെ പെർഫോമൻസ്. അതും കൂടെ കഴിഞ്ഞിട്ടാവാം കല്യാണം. അതിനു മുമ്പാവുമ്പോൾ അതൊരു ഡിസ്ട്രാക്ഷൻ ആവും. സംഗീതയ്ക്ക് മാത്രമല്ല, എനിക്കും. മാത്രമല്ല എനിക്കും. ഈ ബന്ധം തന്നെ ഞങ്ങൾക്കൊരു അനുഗ്രഹ. അപ്പൊ പിന്നെ ഇവിടുത്തെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ അത് അങ്ങനെ തന്നെ. എന്നാ കുട്ടിയെ വിളിക്കൂ. വയ്യ, എനിക്ക് വയ്യ. ഒരാള് മനസ്സിൽ വെച്ച് മറ്റൊരാളുടെ മുന്നിലേക്ക് കൊടുത്തൊരുങ്ങി ചെല്ലാൻ വയ്യ എനിക്ക്. എത്ര പ്രാവശ്യം ഞാൻ പറയുന്നു. അമ്മയ്ക്കൊരു സമാധാനത്തിന് വേണ്ടിയെങ്കിലും ഒന്ന് ചെല്ലു ചേച്ചി. അത് കഴിഞ്ഞൊക്കെ സാവകാശം പറഞ്ഞ് മനസ്സിലാക്കാം. ആഹാ, നീ ഒരുങ്ങിയില്ലേ? അവരൊക്കെ അവിടെ കാത്തിരിക്കുക. എന്താ ഇവളിങ്ങനെ മുഖം മുറിപ്പിച്ചിരിക്കുന്നത്? അവരൊക്കെ ഇന്ന് വരുന്ന കാര്യം നേരത്തെ നിന്നോട് പറഞ്ഞല്ലേ ഞാൻ. എഴുന്നേക്ക്, വേഗം റെഡിയാകും. എനിക്ക് വയ്യ. അതെന്താ? നിനക്ക് അസുഖം വല്ലതും ഉണ്ടോ? ചേച്ചിക്ക് എനിക്കിഷ്ടല്ല ഈ ബന്ധം. അത്ര തന്നെ. എന്ത് പറഞ്ഞടി? കുരുത്തം കെട്ടവിടെ ഇഷ്ടമല്ലെന്നോ? പിന്നെ ഏത് ഗന്ധർവനാടി നീ നോക്കി വെച്ചിരിക്കുന്നത്? നല്ലൊരു ബന്ധം വന്നപ്പോ അത് വേണ്ടെന്നാണ് പറയുന്നത് നീ. എനിക്കൂടെ ഇഷ്ടമുണ്ട്. എന്ത് പറഞ്ഞടി? പറഞ്ഞത് പറഞ്ഞു എന്നോട് തർക്കുത്തരം പറയാനും പഠിച്ചല്ലേ നീ? അമ്മയുടെ വാക്ക് തെറ്റിക്കാൻ നിനക്ക് മനസ്സ് വന്നല്ലോ മോളെ. എത്ര നിർബന്ധിച്ചിട്ടും ഒന്നും കഴിക്കുന്നില്ല ചേച്ചി. ഒന്നും വേണ്ടാന്ന് കിടന്ന് കരയ്യ. ചാർലി, എനിക്ക് പേടിയായി തുടങ്ങിയിരിക്കുന്നു. ഒരിക്കൽ ചേച്ചിയെ ഒരുപാട് ഉപദേശിച്ചവളാ ഞാൻ ഈ ബന്ധത്തെക്കുറിച്ച്. ഇനിയിപ്പോ നമ്മുടെ കാര്യത്തിലും ഇത് തന്നെ ആവില്ലേ സ്ഥിതി? എന്താ ഉണ്ടാവുക? മാനസിക എന്താ തോന്നുന്നത്? എനിക്കറിയില്ല. എനിക്കിപ്പോ ഒന്നും അറിയില്ല. ഈ സനു ചേച്ചിയുടെയും വിജയന്റെയും കാര്യത്തിലും എന്താ ഉണ്ടാവുകയെന്ന് എനിക്കറിയില്ല. എനിക്കറിയാം എന്താ ഉണ്ടാകുക എന്ന്. അവിടെ മാത്രം മകളല്ലല്ലോ സംഗീത. എത്ര കൊമ്പത്തുള്ള ബന്ധമാണെങ്കിലും എൻ്റെ മോക്കത് ഇഷ്ടമല്ലെങ്കിൽ ഈ കല്യാണം നടക്കില്ല, നടക്കരുത്. ഒക്കെ നിശ്ചയിച്ചുറപ്പിച്ച മട്ട വെട്ടിക്കൊല്ലാനാ സുഭദ്രാമ നിൽക്കണേ. സമ്മതിക്കേണ്ടി വരും സംഗീതയ്ക്ക്. ഇല്ല, സമ്മതിക്കേണ്ടി വരില്ല. ചാർലി, നീ പറ ആ കുട്ടികളോട് ഇങ്ങോട്ടിറങ്ങി പോരാൻ. ഞാൻ നോക്കും അവരെ, ഞാൻ കൊടുക്കും അവർക്ക് അഭയം. അതാ നിന്റെ ജോലി, മനസ്സിലായോ? ചോദിക്കാറില്ലേ എന്താ എൻ്റെ ജോലി, എന്താ എൻ്റെ ജോലി എന്ന്? ഇതാണ്. അടച്ചു പൂട്ടിയിട്ടുണ്ടാവും സുഭദ്ര അവളെയും ഓപ്പ അവനെയും. അവരെ ഇറക്കിവിട എൻ്റെ അടുത്തേക്ക്. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു രൂപവുമില്ല. അവളുടെ അച്ഛനാ പറയുന്നത്. ഈ ഞാൻ നിന്നെ അങ്ങോട്ട് അയച്ചതിനാണെന്ന് വെച്ചു. അവിടെ നിൽക്ക്. ഒരു കാര്യം പറയാനുണ്ട് നിന്നോട്. വാ. ഇത്രയും കാലം കൂടെ നിന്നിട്ട് ഇത്രയൊക്കെ ആക്കിയിട്ട് എന്നെ ചതിക്കാ ഇപ്പോ? അമ്മേ, ഞാൻ എനിക്കറിയാം സത്യ, അവളെ പോലെ നീ ആവില്ലെന്ന്. ദൈവമാണ് എനിക്കിപ്പോ നിന്നെ കൊണ്ടുവന്ന് തന്നത്. ആൺമക്കളില്ല എനിക്ക്, ഉള്ളത് 2 പെൺകുട്ടികളും. അവരുടെയൊക്കെ കാര്യങ്ങൾ നോക്കേണ്ട ആള് അവരുടെ അച്ഛൻ ഒക്കെ ഉപേക്ഷിച്ച് എന്നേ ഇറങ്ങിപ്പോയി. നല്ലൊരു ബന്ധമാണ് ഞാൻ സംഗീതയ്ക്ക് കൊണ്ടുവന്നത്. നമ്മുടെയൊക്കെ നിലയ്ക്കും വിലയ്ക്കും ഒത്ത ബന്ധം. വാക്ക് കൊടുത്തുപോയി ഞാൻ അവർക്ക്. ഇപ്പൊ ഇവളിങ്ങനെ ഇടം തിരിഞ്ഞു നിന്നാൽ എങ്ങനെയാ ഞാൻ അവരുടെ മുഖത്ത് നോക്കുക? ഇല്ലാത്ത എൻ്റെ മകന്റെ സ്ഥാനമാ ഞാൻ നിനക്ക് തന്നിട്ടുള്ളത്. നീ പറയണം അവളോട്. അവളുടെ സഹോദരന്റെ സ്ഥാനത്ത് നിന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. നീ പറഞ്ഞ അവൾ അനുസരിക്കും. ഒരമ്മയുടെ അപേക്ഷയാ. പറയില്ലേ നീ? എനിക്ക് വേണ്ടി അവളോട് സംസാരിക്കില്ലേ നീ? എന്താ അമ്മയോട് പറയാന്ന് എനിക്കറിയില്ല.
ചെകുത്താന്റെ കടലിൽ നടക്കാൻ ഞാനിപ്പോ. ആരാ ചെകുത്താൻ, ആരാ കടല്? അച്ഛൻ ചെകുത്താൻ, അമ്മ കടലല്ലേ? അല്ലെങ്കിൽ അമ്മ ചെകുത്താൻ, അച്ഛൻ കടല്? ഇതിനിടയിൽ സ്നേഹിക്കുന്ന രണ്ട് മനസ്സുകളുള്ളത് ചാർലി മറന്നോ? സനിച്ചേച്ചിയും വിജയും ഒരുമിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരുമിച്ച് മരിക്കുമെന്നെങ്കിലും ചാർലിക്ക് മനസ്സിലായിട്ടില്ലേ ഇതുവരെ? അവരുടെ കൂടെ ചാർലി നമ്മൾ നിൽക്കേണ്ടത്. ഒന്നും അല്ലെങ്കിലും സനുചേച്ചി പോകുന്നത് സ്വന്തം അച്ഛൻ്റെ അടുത്തേക്കല്ലേ? ഇത്രയും കാലം ഞങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടിരുന്ന അച്ഛൻ്റെ സ്നേഹം ഇനി മുതൽ സനുചേച്ചിക്ക് കിട്ടുമായിരിക്കും. ഇപ്പൊ നമ്മൾ അവരെ സഹായിച്ചില്ലെങ്കിൽ നമ്മുടെ കാര്യം വരുമ്പോ ആരും നമ്മളെ സഹായിക്കാനുണ്ടാവില്ല. ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. ഒരു ലോകം മുഴുവൻ. നിന്റെ വീടിന്റെ മതിൽക്കെട്ടിനപ്പുറത്ത് വിശാലമായൊരു ലോകം ഉണ്ടടി കുട്ടിക്കുതിരെ. വേഗം വാ ചേച്ചി, വാ. മനസ്സി, രാവിലെ എല്ലാവരും ഇതറിയും. എന്നോടും ചോദിക്കും നിന്റെ അമ്മ. എന്തു പറയും ഞാൻ? ഗൂഢാലോചനയായിരുന്നു എല്ലാരും കൂടെ എനിക്കെതിരായി നടത്തുന്ന ഗൂഢാലോചന. എന്റെ മ്യൂസിക്കൽ പ്രോഗ്രാം നശിപ്പിക്കാൻ, എന്നെ തോൽപ്പിക്കാൻ. ആരും നന്നാവുന്നത് കണ്ടുകൂടല്ലോ നിങ്ങൾക്കൊന്നും. മിണ്ടരുത്, ഒരക്ഷരം മിണ്ടി പോരുത്. നാണമില്ല ലോപ്പയ്ക്ക്. ഇവിടെ എന്റെ കൂടെ നിന്നിട്ട് സ്വന്തം മകന്റെ കാര്യം വന്നപ്പോ എനിക്കെതിരെ തിരിഞ്ഞു നിങ്ങൾ. അവന്റെ കൈയും കാലും ഒടിച്ചിടാൻ വയ്യായിരുന്നു ഓപ്പയ്ക്ക്. കുറെ നേരമായില്ല കടന്നു തുള്ളുന്നു. ഞങ്ങളുടെ മകനെ കുറിച്ച് മാത്രമേ നിങ്ങൾക്ക് പറയാനുള്ളൂ. കയറുപൊട്ടി ചോടിതേ നിങ്ങളുടെ മകളും കൂടിയാ. അംബികെ, നീ ഒന്നും മിണ്ടാതിരിക്കണം, ഇനി മിണ്ടാതിരിക്കണം അല്ലേ? ഈ സ്ത്രീയുടെ ഏട്ടനല്ലേ നിങ്ങള്? ആ സ്ഥാനം പോലും തന്നിട്ടില്ലേ നിങ്ങൾക്ക്? എപ്പോ നോക്കിയാൽ ആട്ടം തുപ്പല്ലേ? എത്രയെന്ന് വെച്ച സഹിക്കാൻ വയ്യാത്തവർ ഇറങ്ങി പൊക്കോണം ഈ വീട്ടിൽ നിന്ന്. എനിക്കെതിരെ നിൽക്കുന്നവരെ പറയുന്നവരെ കാണണ്ട. എനിക്ക് എല്ലാവരോടോ പറയുന്നത് കേൾക്കുന്നുണ്ടോ? നശിക്കട്ടെ, എല്ലാം നശിക്കട്ടെ, എല്ലാം തുറഞ്ഞു പോട്ടെ. നിന്നോട് ഞാൻ അപേക്ഷിച്ചതല്ലേ സത്യ? അവളെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് കരഞ്ഞു പറഞ്ഞതല്ലേ? നീയും എന്നെ കൈയൊഴിഞ്ഞല്ലോ മോനെ. വരൂ. നിന്റെ കാര്യം ആലോചിച്ച് പേടിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ഭാഗ്യത്തിനാ നിങ്ങൾക്കിങ്ങനെ തോന്നിയത്. മോളെന്തിനാ കരയുന്നേ? നല്ലൊരു ദിവസമായിട്ട്. ചെയ്തത് തെറ്റാണെന്ന് ഓർക്കുമ്പോ. തെറ്റോ? സ്നേഹിച്ചതോ? മകളെ മനസ്സിലാക്കാൻ കഴിയാത്ത അമ്മ. മകളെ എന്നല്ല ആരെയും മനസ്സിലാക്കാൻ അവൾക്ക് കഴിയില്ല. അറിയോ, ഒരു ചെറിയ കാര്യത്തിനാ അവൾ എന്നെ തള്ളി പറഞ്ഞത്. അവളുടെ ഒരു കൺസെർട്ടിനെ പറ്റി എന്റെ പത്രത്തിൽ വിമർശിച്ചേന്. ഏത് തുള്ളലും നൃത്തമാവുമെന്ന് അവള് കരുതി നടന്ന കാലം. ഓട്ട് സാരമില്ല, എനിക്ക് എന്റെ മോളെ കിട്ടിയല്ലോ. എന്നെ പറ്റി ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും അവള്. സ്വന്തം കാര്യം കാണാൻ എന്ത് നുണയും പറയാൻ മടിക്കാത്തവളാ നിന്റെ അമ്മ. മോള് വിഷമിക്കണ്ട, അച്ഛനില്ലേ നിങ്ങളുടെ കൂടെ? ഇനി സുഭദ്ര വരും. അവിടെ മില്ലേനിയം പ്രോഗ്രാം ഇല്ലേ, ജീവിതാഭിലാഷം. നിങ്ങൾ രണ്ടുപേരും ഇല്ലെങ്കിൽ അത് അവൾ എങ്ങനെ നടത്തുന്നത്? വരും. അവക്കവിടെ പ്രോഗ്രാമാണ് വലുത്. നിങ്ങളുടെ കാല് പിടിക്കാനുള്ള വരും. വന്നില്ലെങ്കിൽ വരുത്തും. വിജയത്തിന്റെ ആദ്യ പടി ചവിട്ടിട്ടേ ഉള്ളു ഞാൻ. അവള് വരട്ടെ. ലോകം മുഴുവൻ കാൽക്കീഴിലാക്കി നടക്കുന്ന സംഗീത ചക്രവർത്തിനി. എന്തായി അടിയോടി? കുട്ടികൾ വരില്ല.
സംഗീതയും വിജയം വരില്ല. സുഭദ്രാമ്മ അവിടെ ചെന്ന് സമസ്താപരാധം പറയട്ടെ എന്ന അങ്ങേരുടെ നിലപാട്. ഞാൻ കെഞ്ചി നോക്കി. എന്നെ തോൽപ്പിക്കാൻ അല്ല, എന്റെ സംഗീതത്തെ തോൽപ്പിക്കാൻ. എന്തൊക്കെയായാലും എനിക്ക് ഞാനാവാതിരിക്കാൻ സാധിക്കില്ലല്ലോ. താളവും ചൂടുമേ ആ കുട്ടികളിലുള്ളൂ. അതിന്റെ സംഗീതവും നൃത്തവും ഞാനും മാനസികം കൂടി ഉണ്ടാക്കിയതാ. ഞങ്ങളില്ലാതെ അതവർക്ക് ഒരിക്കലും കിട്ടില്ല. സ്വരസ്ഥാനം ഒന്ന് മാറ്റി ചൊല്ലിയാൽ പതറും അവര്. ഇപ്പൊ ഞാൻ അവിടെ ചെല്ലണം, അവിടെ ചെന്ന് മുട്ടുകുത്തണം? ഇല്ല. അങ്ങേർക്ക് വേണ്ടത് ഞാൻ വളർത്തിയെടുത്ത എന്റെ സംഗീതത്തെയാ. അവിടെ ചെന്ന് മുട്ടുകുത്താൻ പറയുന്നത് എന്നോടല്ല, സംഗീതത്തിന്റെ ദേവതയോടാണ്. അതുണ്ടാവില്ല, ഉറപ്പാ. മാനസി, സത്യ, വരൂ. സാക്ഷാൽ ഈശ്വരൻ പറഞ്ഞാലും എന്നെ വിട്ടു പോവില്ല എന്ന് വീമ്പളയ്ക്ക് ഒരു മകളുണ്ടായിരുന്നു എനിക്ക്. നിനക്കും അറിയാലോ. എന്നെ തോൽപ്പിക്കാൻ ഇപ്പോ അച്ഛന്റെ പക്ഷത്ത് ചേർന്നിരിക്കുക അവള്. മോളെ, ഈ അമ്മയുടെ ഒരു അംബിഷനാണ് നമ്മുടെ പ്രോഗ്രാം. മൈ കോൺസെർട്ട്, മൈ പെർഫോമൻസ് എന്ന ആത്മവിശ്വാസത്തോടെ പറഞ്ഞതാ ഞാൻ. എന്റെ സംഗീതം ലോകം മുഴുവൻ കേൾക്കുന്ന മോഹിച്ചതാ. അത് നടക്കില്ല. നിന്റെ ചേച്ചി വരില്ല മോളെ, അവനും. ഇനി ഒരിക്കലും തോൽക്കില്ലെന്ന് ആശിച്ചതാ. വെറുതെ വെറുതെ. നിങ്ങൾ ചെയ്യുവോ അവർക്ക് പകരം? നീയല്ലേ പഠിപ്പിച്ചതവരെ, ചെയ്തുകൂടെ നിനക്ക്? ചേച്ചി വരൂ അമ്മേ, ഞങ്ങൾ ചെന്ന് കാല് പിടിക്കാം. കെഞ്ചി പറഞ്ഞോളാം ഞങ്ങള്. വേണ്ട, ആരും പറഞ്ഞാലും കേക്കില്ല അവര്. അങ്ങനെ വിടില്ല അവരെ. ഇതുവരെ ഞാൻ ഉണ്ടാക്കിയ സർവ്വസംഗീതവും അവിടെ ചെന്ന് അടിയറവ് പറഞ്ഞാലേ ആ മനുഷ്യന് തൃപ്തിയാവും. നിങ്ങൾ ചെയ്യില്ലേ ഈ അമ്മയ്ക്ക് വേണ്ടി? ഇനി അഭ്യാസം. നിർത്താനോ? അതെ, വന്നിറങ്ങിയില്ലേ എന്റെ കൂടെ കാറിൽ ഒരു ദിവസം, അതുപോലെ അങ്ങ് പോണം. ആർക്കെ വിളിച്ചിരുന്നു, നിന്റെ ജോലി തൽക്കാലം കഴിഞ്ഞെന്ന്. ഇനി കുറച്ച് ലീവ് എടുത്തോ. ബാക്ക് സ്ട്രീറ്റ് ബോയ്സ്. എന്താ ഈ പറയുന്നേ? ബോംബെ സത്യചന്ദ്രൻ ഇനി തിരിച്ചു പോകാമെന്ന് ഒരു ടെലിഗ്രാം വരും ബോംബെന്ന്. മദർ സീരിയസ്, സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി. വന്നതുപോലെ അന്തസ്സായിട്ട് തിരിച്ചു പോകാം. അടിയോടി, ഇങ്ങോട്ട് വരുമ്പോൾ ഇവരുടെ കീഴിൽ കുറച്ച് പാട്ട് പഠിക്കണമെന്ന മോഹമായിരുന്നു എനിക്ക്. ഒരിക്കലും സാധിക്കുമെന്ന് കരുതിയിട്ടില്ലാത്തൊരു മോഹം. ഇപ്പോൾ അതിലും വലിയൊരു ചാൻസ് അവരെനിക്ക് തന്നിരിക്കുന്നത്. അവരുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള ചാൻസ്. അതും കളഞ്ഞിട്ട്. അറിയാം, അതിലും വലിയ മറ്റൊരു മോഹം കൂടി ഇപ്പൊ നിന്റെ മനസ്സിലുണ്ട്. തോന്നുന്നുണ്ടോ നിനക്ക് അത് നടക്കുമെന്ന്? വെറും ഒരു സൈക്കിൾ ഓട്ടുകാരന് മകളെ കെട്ടിച്ചു കൊടുക്കാൻ ആർക്കെ തയ്യാറാവുന്ന നിന്റെ വിചാരം? എന്തിനാ നിന്റെ പുറപ്പാട്? നോക്ക് ചാർലി, നമ്മൾ രണ്ടുപേരും കൂടിയാ ഈ കളികളൊക്കെ തുടങ്ങിയത്. ഇപ്പൊ നീ അത് തനിച്ചേറ്റെടുക്കാൻ പോവാണോ? നീയായിട്ട് നീ മറ്റൊരു അത്യാഹിതത്തിന് തിരികൊടുക്കാൻ തുടങ്ങാണോ? ആർക്കും ഒരു കുഴപ്പമില്ലാതെ സ്ഥലം വിടാൻ പറ്റിയ അവസരം ഇപ്പോഴാണ്. ഇവരൊക്കെ വലിയ വലിയ ആൾക്കാരാ. ഇവരുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാൻ നമുക്കൊന്നും ഒരു അവകാശമില്ല ചാർലി, ഒരു അർഹതയില്ല. പൊയ്ക്കോ, ഇനിയും ആരെയും വിഷമിപ്പിക്കാതെ പൊയ്ക്കോ. ഇവിടെ നിൽക്കണോ? അമ്മ വിളിക്കുന്ന സത്യേ. എന്താ ചാർലി, അയാൾ വല്ലതും പറഞ്ഞോ? തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുക മാനസയുടെ അച്ഛൻ. എന്നോട് തിരിച്ചു പോയിക്കോളാൻ. ബോംബെയിൽ നിന്ന് ടെലഗ്രാം വരുമെന്ന്. ഇനി സാക്ഷാൽ ഭാനുമതി അമ്മ തന്നെ ബോംബെയിൽ നിന്ന് നേരിട്ട് വന്ന് വിളിച്ചാലും അമ്മ വിടില്ല ചാർലിയെ. അമ്മയ്ക്കിപ്പോ എന്ത് ഉത്സാഹമാണെന്നോ? എന്തോ എനിക്ക് ഒന്നുമില്ല, ചാർലി ധൈര്യമായിട്ടിരിക്കേ. അല്ല, ഈ ഡാൻസ് പ്രോഗ്രാമിന്റെ സന്തോഷ വർത്താനം ഉമ്മയെ അറിയിക്കണ്ടേ നമുക്ക്? എപ്പോഴെങ്കിലും വരാൻ തോന്നിയില്ല നിനക്ക്? എനിക്ക് സന്തോഷായി. എന്റെ കൂടെ ഒരാളോട് ഉണ്ട്. ഞാനാ മാനസി. ചാർലി
ചാർലിയുടെ എല്ലാ കത്തിലും ഉണ്ടാവും മാനസി. ചാർലിക്ക് ഉമ്മയുടെ കാര്യം പറയുമ്പോ എപ്പോഴും 4 നാവാ, പെണ്ണുങ്ങളെ പോലെ. ഒരു സന്തോഷ വർത്താനം പറയാനാ ഞങ്ങളിപ്പോ ഇങ്ങോട്ട് വന്നേ. എനിക്ക് പറയാനുണ്ട് ഒരു സന്തോഷ വർത്തമാനം. അതെനിക്കറിയാം. മൊയ്തീൻ പറഞ്ഞായിരുന്നു 10-ാം തീയതിക്ക് ശേഷം ഓപ്പറേഷൻ അല്ലേ? അത് കഴിഞ്ഞ ഉമ്മയ്ക്ക് ഒരു ഡാൻസ് പ്രോഗ്രാം കാണാം. സുഭദ്രാമ്മയുടെ പ്രോഗ്രാം ഞാനും മനസ്സും കൂടെ അവതരിപ്പിക്കുന്നു. ഭാഗ്യം ഉണ്ടാവട്ടെ അതിന്. അയ്യോ മറന്നു, നിങ്ങൾ വന്ന സന്തോഷത്തിൽ അത് ഞാൻ മറന്നു. ഇത്തിരി ചായ എടുക്കാം. വേണ്ട ഉമ്മേ, വേഗം പോണം. അത് പറ്റില്ല, വരുമ്പോഴേക്കങ്ങ് പോവാ. എനിക്ക് വേണം ഉമ്മയുടെ കൈ കൊണ്ടൊരു ചായ. ഒരു സന്തോഷ വർത്താനം ഞാനും പറയാം. ആ വരൂ, ഞാൻ സഹായിക്കാം ഉമ്മേ. ഏ ഇവിടെ ഓരോന്ന് എവിടെയാ ഇരിക്കുന്നെന്ന് മാനസികൾ നന്നായിട്ട് അറിയുന്നത് എനിക്കാ. കുട്ടിക്കാലം മുതൽ അറിയാൻ ചാർലിയെ അല്ലേ? ഓർമ്മ വെച്ച മുതല്. ഒരു ദിവസം രാവിലെ ഒരു കുട്ടിയുടെ ശബ്ദം കേട്ടുകൊണ്ടാ ഉണർന്നത്. മുമ്പാട്ടോ, വളരെ മുമ്പ്. അമ്മയോട് ചോദിച്ചു ആരാന്ന്. വിശന്ന് കരയുന്ന ഒരു കുട്ടിയാണെന്ന് അമ്മ പറഞ്ഞു. ചാർലി എന്നാ പേരെന്നും. ചാർലി എപ്പോഴും പറഞ്ഞു ചിരിക്കും അവന് ചാർലിന്ന് പേരിട്ടത് ആരാന്നാവോന്ന്. അന്ന് മുതല് ഞങ്ങൾ ഒരുമിച്ച് വളർന്നു, കളിച്ചു, പിണങ്ങി, വഴക്ക് കൂടി, വീണ്ടും ചങ്ങാതികളായി. അങ്ങനെ അങ്ങനെ അങ്ങനെ. ചാർലിയുടെ മുഖം കണ്ടിട്ടില്ലല്ലോ? പക്ഷേ ഇല്ല, പക്ഷേ അവന്റെ ഓരോ ഭാവമാറ്റവും എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇനി ആഗ്രഹം ആ മുഖം ഒന്ന് കാണാനാ. അതിനാണല്ലോ ഈ കഷ്ടപ്പാടൊക്കെ സഹിക്കണേ. ഉമ്മയോട് അസൂയ തോന്നുന്നു. വളരെ നേരത്തെ ചാർലി അറിയാൻ കഴിഞ്ഞല്ലോ. എന്നാലും വൈകിയാണെങ്കിലും എനിക്കും ഉണ്ടായ ഒരു ഭാഗ്യം. ഈശ്വരനാ ഞങ്ങളെ ഒന്നിപ്പിച്ചത്. അല്ലെങ്കിൽ ചാർലി പറയും പോലെ ഉമ്മയുടെ അമ്മ. പ്രോഗ്രാം കഴിഞ്ഞിട്ട് വേണം എല്ലാവരോടും പറയാൻ. എന്താ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ആ ചേച്ചിയെ? നല്ല ചേച്ചിയാ. ഇനി ആ ചേച്ചി ഇവിടെ വരും നമ്മുടെ കൂടെ താമസിക്കാൻ. ചാർലി ആ ചേച്ചിയെ കല്യാണം കഴിക്കാൻ പോവല്ലേ? അതെ, ഇക്കാര്യം ഞാനിപ്പോ ഉമ്മയോട് പറയുകയായിരുന്നു. ഇനി ഈ ചേച്ചി ഇവിടെ ഉണ്ടാവില്ലേ? നന്നായി. അപ്പൊ ഞങ്ങൾ ഒരുപാട് പുതിയ സ്ഥലത്തേക്ക് കൊണ്ടുപോവല്ലോ. അതിനല്ലേ ഈ ചേച്ചി. ഉമ്മച്ചിക്കാണെങ്കിൽ കണ്ണും കാണൂല. മോളെ, സാറ് ഡോക്ടറെ കാണാൻ ചെന്നില്ല നീ അല്ലേ? എല്ലാം പറഞ്ഞ് ഏർപ്പാട് ചെയ്തതല്ലേ ഞാൻ. ഞങ്ങളുടെയൊക്കെ ആഗ്രഹമായിരുന്നില്ലേ നിനക്ക് കാഴ്ച കിട്ടണമെന്നുള്ളത്. ഇപ്പൊ വേണ്ട ഓപ്പറേഷൻ. എന്ത് വിട്ടിത്താ മോളെ ഈ പറയണേ? ഇതിനു വേണ്ടിയല്ലേ നിങ്ങളൊക്കെ ഇത്രയും കാലം കാത്തത്? അങ്ങനെയുള്ളൊരു മോഹവും ഉണ്ടാവാൻ പാടില്ലായിരുന്നെന്ന് ഇപ്പൊ തോന്നുന്നു. എനിക്കറിയാം നിന്റെ ഈ മാറ്റത്തിന് കാരണം. ചാർലിയും മാനസിയുടെ വന്നിരുന്നില്ലേ? ഇങ്ങനെയൊക്കെ വരുമെന്ന് അറിഞ്ഞില്ല മോളെ. തെറ്റുപറ്റിയത് എനിക്കാ. വളർത്താനാ കൊണ്ടുപോണെന്ന് സാറ് പറഞ്ഞു. അവൻ വളർന്നു പോയി, ഒരുപാട് ഒരുപാട് വളർന്നു. ചാർലിയോടുള്ള നിന്റെ ഇഷ്ടം ബാക്കി എല്ലാവരോടും പറഞ്ഞു നീ. അവനോട് ഒഴികെ ഒരു വാക്ക് അവനോട് പറഞ്ഞിരുന്നെങ്കിലേ, ഒരു സൂചനയെങ്കിലും കൊടുത്തിരുന്നെങ്കിലേ. ഇല്ല, എന്നും അവനെ എന്നോട് എന്തും പറയാറുള്ളൂ, ആവശ്യപ്പെടാറുള്ളൂ. ഞാനായിട്ട് ഒന്നും ഇതുവരെ അവനോട് ചോദിച്ചിട്ടില്ല. ഇനി അതുണ്ടാവില്ല, ജീവിതമാണെങ്കിൽ പോലും. അങ്ങനെയാണെങ്കിൽ തന്നെ ഓപ്പറേഷൻ വേണ്ടെന്ന് വെക്കണോ? ഇനി എനിക്ക് ആരെ കാണാനായി കണ്ണുകൾ? കണ്ണു തുറക്കുമ്പോ ആദ്യമായി കാണാൻ മോഹിച്ചൊരു മുഖം ഉണ്ടായിരുന്നു. കുട്ടിക്കാലം മുതൽ മോഹിച്ചൊരു മുഖം. അതിപ്പോ സാറ് വിലക്കെടുത്തില്ലേ? എവിടെയോ എത്തിയില്ലേ അവൻ? ഇത്രയും കാലം കാഴ്ചയില്ലാതെ കഴിഞ്ഞില്ലേ ഞാൻ? അതുപോലെ കഴിഞ്ഞോളാം. മോളെ, നിനക്ക് കാഴ്ച കിട്ടട്ടെ. ചാർലിയെ നഷ്ടപ്പെട്ടിട്ടില്ല നിനക്ക്. നഷ്ടപ്പെടാൻ സമ്മതിക്കയില്ല ഞാൻ. കൊണ്ടുപോയ പോലെ തിരിച്ചേൽപ്പിക്കാന്ന് വാക്ക് തന്ന ഞാൻ. അത് ഞാൻ തെറ്റിക്കില്ല. അവനിതൊന്നും അറിയരുത് ഒരിക്കലും. ചാർലിയെ വേദനിപ്പിക്കുന്ന ഒന്നും എനിക്ക് സഹിക്കാൻ കഴിയില്ല. ഈ വിഷമവും വേദനയും ഞാൻ മാത്രം അറിഞ്ഞാ മതി. പോരാ, നീ പറയാതിരുന്നത് ഞാൻ പറയും. ഇപ്പോഴെങ്കിലും ഞാനത് ചെയ്തില്ലെങ്കിൽ ദൈവം എന്നോട് പൊറുക്കില്ല.
നന്നായി. ഗുരുദക്ഷിണ ഗംഭീരമായി. ചാർലി, അമ്മേ സത്യ. മിണ്ടണ്ട. ബോംബെയിലെ ഭാനുമതിയുടെ മകൻ സത്യചന്ദ്രനാണിതെന്ന് നീയും സാക്ഷ്യപ്പെടുത്താൻ പോവായിരിക്കും. വേണ്ട. ഡോണ്ട് ട്രൈ ടു സേ എനിത്തിങ്. ഇവനെ ഇങ്ങോട്ട് അയച്ച ആള് തന്നെയാ വിളിച്ചു പറഞ്ഞത്. ജീരണിച്ച മനസ്സുള്ള ഒരു ആർക്കെ നായർ. അയാളുടെ ശിങ്കിടിയാണ് ഇവൻ. തെരുവിൽ ജനിച്ച് തെരുവിൽ വളർന്ന് സർക്കസും പാട്ടുമായി നടക്കുന്ന ഒരു നാടോടി. അമ്മേ മിണ്ടരുതെന്നല്ലേ പറഞ്ഞത്? പോ അപ്പുറത്ത്. അപ്പുറത്തേക്ക് പോകാൻ. ആരുടെ ജീവനാ നിനക്ക് വേണ്ടത്? എന്റെയോ അതോ അവളുടെയോ? വിളിച്ച് അശുദ്ധമാക്കരുത് ആ വാക്ക്. പരിപാവനമായ ആ പദം പറയാൻ എന്ത് അർഹതയാ നിനക്കുള്ളത്? അമ്മയാണത്രേ. ഏതമ്മ? ചെയ്ത പാപത്തിന്റെ ഭാരം വഴിയിൽ എവിടെയോ വലിച്ചെറിഞ്ഞവളല്ലേ നിന്റെ അമ്മ? ഏതമ്മയാ നിനക്ക് ജന്മം തന്നത് അറിയോ? നിനക്ക് അച്ഛനാരാണെന്നറിയോ? ഒരമ്മയുടെ സ്നേഹത്തെക്കുറിച്ചും വാത്സല്യത്തെക്കുറിച്ചും ഉത്തരവാദിത്തങ്ങളെ കുറിച്ചും എന്തെങ്കിലും അറിയോ നിനക്ക്? അറിയില്ല. അതുകൊണ്ടാ ഇപ്പൊ ഒരു അമ്മയുടെ സന്തോഷവും സംതൃപ്തിയും നശിപ്പിക്കാൻ വേണ്ടി നീ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇത്തിരി പണത്തിന് വേണ്ടി. സ്വപ്നത്തിൽ പോലും ഞാൻ അങ്ങനെയൊന്നും. നീയല്ലല്ലോ സ്വപ്നം കാണുന്നത്. നിനക്ക് വേണ്ടി ഇപ്പോ മറ്റുള്ളവരല്ലേ സ്വപ്നങ്ങളും സത്യങ്ങളും ഉണ്ടാക്കുന്നത്. എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ആണോ? ഞാൻ കരുതിയിരുന്നത് ഇതുവരെ ഉണ്ടായിരുന്ന എന്റെ തെറ്റിദ്ധാരണകളൊക്കെ മാറിയെന്ന. എന്റെ ഒരു മകളെ മറുപക്ഷത്ത് എത്തിച്ചില്ലേ നീ? ഇനിയിപ്പോ ഇവളെയും നീ. ഞാൻ പറയുന്നത് വിശ്വസിക്കണം. ആ കാല് പിടിക്കാൻ ഞാനാണിപ്പോ നിന്റെ കാല് പിടിക്കേണ്ടെന്ന് തോന്നുന്നു. ഞാൻ നിന്നെ എന്റെ മകനെ പോലെ സ്നേഹിച്ചു, വിശ്വസിച്ചു. പക്ഷെ നീ തുടക്കം മുതലേ നീ എന്നെ വഞ്ചിക്കായിരുന്നു, കബളിപ്പിക്കായിരുന്നു. എന്താ പറയേണ്ടത് എനിക്കറിയില്ല. ചാർലി, ഒരു മകളെ നഷ്ടപ്പെട്ട അമ്മയാണ് ഞാൻ. ഒരപേക്ഷ എനിക്കുള്ളൂ. സ്നേഹവിശ്വാസമൊക്കെ പോട്ടെ. ഇത്രയും നാൾ ഞാൻ നിനക്ക് തന്ന സംഗീതത്തെങ്കിലും നീ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ എന്റെ ഈ മകളെ എനിക്ക് വിട്ടു തരില്ലേ? ഉമേ, ചാർലി, ഇതെന്താ പെട്ടെന്ന് ഈ നേരത്ത്? പെട്ടെന്നൊന്നും വരേണ്ടി വന്നു. വന്നത് എന്തായാലും നന്നായി. ഡ്രസ്സൊക്കെ മാറ്, ഞാൻ കഞ്ഞി എടുത്തു വെക്കാം. വേണ്ട, കഴിക്കാനൊന്നും വേണ്ട. അതെന്താ? പുറത്തുനിന്ന് വല്ലതും കഴിച്ചിട്ട് വന്നോ? ഇല്ല, ഒന്നും വേണ്ട ഉമേ, വിശപ്പില്ല. ചാർലി, എന്താ ചാർലി ഉണ്ടായത്? എന്തോ സംഭവിച്ചിട്ടുണ്ട് ഉറപ്പാ. അല്ലെങ്കിൽ നിന്റെ ഈ വരവ്, ഈ ഭാവം കാണാൻ വയ്യെങ്കിലും ആ മുഖത്തുള്ള ഭാവം ഇപ്പോഴെന്താന്ന് എനിക്കറിയാം. നീ ഒളിക്കാൻ ശ്രമിക്കുന്നതൊക്കെ എപ്പോഴും ഞാൻ കണ്ടുപിടിക്കാറുള്ളതല്ലേ ചാർലി? പറ, എന്തുണ്ടായി? ഞാനും മാനസിയും തമ്മിലുള്ള ഇഷ്ടം സുഭദ്രാമ്മ അറിഞ്ഞു. അതുകൊണ്ടാണോ ഇപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടിപ്പോന്നത്? പ്രേമിച്ചത് തെറ്റാണെന്ന് തോന്നിയോ ചാർലി നിനക്ക്? അങ്ങനെയല്ല, അവരെ നേരിടാൻ എനിക്ക് കഴിയുന്നില്ല. അപ്പോ മാനസി? അവളും ആകെ വിഷമിച്ചിരിക്കുക. ഉമേ, എത്ര ശ്രമിച്ചിട്ടും എനിക്ക് മാനസിയെ മറക്കാൻ കഴിയുന്നില്ല. എന്തിനാ മറക്കണേ? മറക്കാതെ ഇരിക്കല്ലേ വേണ്ടത്. ഒരു കാര്യം ചോദിച്ചോട്ടെ, നീ വിളിച്ചാ മാനസി ഇറങ്ങി വരുമോ? വരും. അവിടം വിട്ട് അവളിപ്പോ എന്റെ കൂടെ വന്നാലെന്താ? വിളിച്ചിറക്കിക്കൊണ്ട് വരണം. ഇവിടെ ചിലപ്പോ അവക്ക് സ്വസ്ഥത ഉണ്ടാവില്ല. നമുക്ക് പലകപ്പാണ്ടിലേക്ക് പോയിക്കൂടെ? ഞാൻ നോക്കൂലേ മാനസിയെ, എന്റെ അനുജത്തിയെ പോലെ. വാ, നീ വന്ന് വലുതും കഴിക്കേ.
സുഭദ്രേ. എത്രയെന്ന് വെച്ചാ ഇങ്ങനെ ഇരിക്കണേ? 5 ദിവസം ഇല്ലുള്ളൂ ഇനി പ്രോഗ്രാമിന്. ഊണും ഉറക്കവും ഇല്ലാതെ ഇങ്ങനെ ആധി പിടിച്ചിരുന്ന കാര്യം നടക്കോ? എന്താ ഞാൻ ചെയ്യേണ്ടത് ഒപ്പേ? എല്ലാം എന്റെ കയ്യിൽ നിന്ന് പോയില്ലേ? എന്റെ സംഗീതം പോലും എന്നെ ഉപേക്ഷിച്ചു പോയില്ലേ? എല്ലാം കഴിഞ്ഞില്ലേ? എന്തുപേക്ഷിച്ചെന്നാ നീ പറയണേ? ആരുപേക്ഷിച്ചെന്നാ നീ പറയണേ? ഓർമ്മയുണ്ടോ നിനക്കല്ല? എല്ലാവരും നമ്മൾ ഉപേക്ഷിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. നമ്മുടെ അച്ഛനും അമ്മയും എന്നേക്കുമായി നമ്മളെ തനിച്ചാക്കി പോയ കാലം. അന്ന് നിനക്ക് വയസ്സേഴ. നിന്നെ അനുജന്മാരെയും പോറ്റി വളർത്തിയത് ഈ ഓപ്പയാ. ഒരുപാട് കഷ്ടപ്പെട്ടു നമ്മൾ. പിന്നെ നിന്റെ സംഗീതം നമ്മളെ രക്ഷിച്ചു. നീ പ്രശസ്തയായി. ലോകം മുഴുവൻ നിന്റെ ശബ്ദം കേൾക്കാൻ കൊതിച്ചു. ഇത്രയും കാലം നീ പറയുന്നത് അനുസരിച്ച് നടന്നവരാ ഞങ്ങൾ. ഇപ്പോഴെങ്കിലും ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് സുഭദ്രേ. ഓപ്പ പറയൂ, എന്താ ഞാൻ ചെയ്യേണ്ടത്? ഞാൻ എന്താ ചെയ്യേണ്ടത്? പോയവരൊക്കെ പൊക്കോട്ടെ. മാനസിയില്ലേ ഇവിടെ? നീ പറഞ്ഞ അവള് കേൾക്കും. ഞാനും കൂടി പറയാം. പറഞ്ഞില്ലേ ഇപ്പോ 101 പ്രാവശ്യം പറ്റില്ല എന്ന്. പിന്നെയും പിന്നെ ഇങ്ങനെ നിർബന്ധിക്കുന്നത് എന്തിനാ? മോളെ, ഞാൻ പ്രോഗ്രാംകാരോട് എന്താ ഞാൻ പറയാ? എന്ത് വേണമെങ്കിലും പറയാം. പ്രോഗ്രാം ഉണ്ടാക്കിയത് അമ്മയാണല്ലോ. ഇപ്പൊ ഒക്കെ നശിപ്പിച്ചതും അമ്മ. ഇങ്ങനെ വാശി പിടിച്ചാല്? വാശിയാണെങ്കിൽ വാശി. എന്ന് സ്വാർത്ഥത ഈ അമ്മയ്ക്ക് ഉണ്ടായിട്ടുള്ളൂ. പണത്തിന്റെ സ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള ആർത്തി. സ്വന്തം കാര്യം മാത്രം. ഉപദ്രവിച്ച് അച്ഛൻ ഇറങ്ങിപ്പോയി. ഞങ്ങൾ ആരും ചോദിച്ചില്ല എന്തിനു പോയെന്ന്. ഒരു ഇത്തിരി സ്നേഹവും വാത്സല്യം അമ്മയുടെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ സനിച്ചേച്ചി ഇറങ്ങി പോവില്ലായിരുന്നു. ഒരു വാക്ക് ചെന്ന് പറഞ്ഞാൽ സനിച്ചേച്ചി വിജയന് വരുമായിരുന്നു. പറയില്ലല്ലോ. പറഞ്ഞാൽ സംഗീത ചക്രവർത്തിനിയുടെ കിരീടം ഉടഞ്ഞു പോവില്ലേ? മോളെ, നിനക്കറിയാഞ്ഞിട്ടാ ഞാൻ. എനിക്കറിയാഞ്ഞിട്ടല്ല, അറിഞ്ഞിട്ടാ. ഞാൻ പറഞ്ഞല്ലേ ഞങ്ങൾ പോയി വിളിക്കാന്ന്. ഇപ്പൊ ചാർലിയെ ഇറക്കി വിട്ടിട്ട് എന്നോട് പറയാൻ വരുന്നു വേറൊരാളെ കണ്ടുപിടിക്കാന്ന്. ആരെ കണ്ടുപിടിക്കും? ഇവിടെ ഉണ്ടല്ലോ കുട്ടികൾ കുറെ. അവരെ കൊണ്ട് ചെയ്യിച്ചോളൂ. ഞാനില്ല. എന്താ പറയേണ്ടെന്ന് എനിക്കറിയില്ല. അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അവസാനമായിട്ട് ചാർലി വരുമെങ്കിൽ ഞാൻ പ്രോഗ്രാം അവതരിപ്പിക്കാം. ചാർലി വരുമെങ്കിൽ മാത്രം. മനസ്സിലായില്ലേ? ഇനി തീരുമാനിക്കേണ്ടത് അമ്മയാ. എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. പക്ഷേ ചാർലി ഇല്ലാത്തൊരു ഡാൻസിന്റെ കാര്യം പറഞ്ഞ് എന്റെ അടുത്ത് വരരുത്. വാതിൽ ചാരിട്ടേ ഉള്ളു. ചാർലി, തുറന്നോളൂ. നീ എവിടെയായിരുന്നു? ചന്തുവും ദീപവും ബാലുവും ചാർലി അല്ലല്ലോ. ആരാ? ഞാൻ സുഭദ്രാദേവിയാണ്. അയ്യോ അമ്മ, ഇതെന്താ ഇവിടെ? ഇപ്പോ ഈ വീട്ടിൽ ഇരിക്കാൻ പോലും. സാരമില്ല, ഞാനിവിടെ നിന്നോളാം. ഉമ്മ അല്ലേ? ചാർലി പുറത്തു പോയതാ കുട്ടികളെയും കൊണ്ട്. എപ്പോഴാ വരാന്ന്? ചാർലിയോട് ഞാൻ എന്തൊക്കെയോ തെറ്റുകൾ പറഞ്ഞിട്ടും ചെയ്തിട്ടുമുണ്ട്. ഒക്കെ എന്റെ വിഷമം കൊണ്ടാണ്. എല്ലാം എന്നോട് പറഞ്ഞു ചാർലി. ചെറിയ ചില തെറ്റുകൾ അവനും ചെയ്തിട്ടുണ്ട്. നുണ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും അവന്റെ സ്വാർത്ഥത്തിനായിരുന്നില്ല. എനിക്ക് വേണ്ടിയായിരുന്നു. ഇവിടെയുള്ള 4 അനാഥ കുട്ടികൾക്ക് വേണ്ടിയായിരുന്നു. അതും ഞാൻ ഓർത്തില്ല, ചോദിച്ചറിഞ്ഞില്ല. അപ്പോഴത്തെ വിഷമത്തിന് എന്തൊക്കെയോ പറഞ്ഞു. ഒരിക്കലും പറയാൻ പാടില്ലാത്തായിരുന്നു. ക്ഷമിക്കോ ആവോ അവൻ? വിഷമമുണ്ട് അവനും. എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലാ ഇപ്പൊ ചാർലി. ഉണ്ടാവും, എനിക്കറിയാം. എന്റെ മോളെ ഇപ്പോ ആ അവസ്ഥയിലാ. ചാർലി അങ്ങോട്ട് വന്നില്ലെങ്കിൽ എന്റെ മാനസികം എനിക്ക് നഷ്ടപ്പെടുന്നു തോന്നുകയാണ്. ഒരുപാട് ദുഃഖങ്ങൾ സഹിച്ചവളാണ് ഈ അമ്മ. എന്തൊക്കെയോ നേടിയെന്ന് പുറത്തുള്ളവർക്ക് തോന്നും. ഇല്ല, ഒന്നും നേടിയില്ല. നേടിയതൊക്കെ നഷ്ടങ്ങളായിരുന്നു, സങ്കടങ്ങളായിരുന്നു. ഈ അമ്മയുടെ മനപ്രയാസം മനസ്സിലാവോ മോൾക്ക്? മരിച്ചുപോയ അമ്മ ഇവിടെയുണ്ട്, അവിടെയുണ്ട്, തൊട്ടടുത്തുണ്ട് എന്നൊക്കെ പറഞ്ഞാ ഞാൻ സമാധാനിച്ചിരുന്നത്. ഇപ്പോ ഒരമ്മ മുന്നിൽ വന്ന് നിന്ന് ഇങ്ങനെയൊക്കെ പറയുമ്പോ എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയില്ല. അവനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ കാല് പിടിക്കാൻ പോലും. അരുത്, അങ്ങനെ ഒന്ന് ആലോചിക്ക പോലും അരുത്. ചാർലി വരുമോ മോളെ അങ്ങോട്ട്?
ഒരു പക്ഷേ നീ പറഞ്ഞാൽ വരൂ അമ്മേ. ഞാൻ അറിഞ്ഞിടത്തോളം അവനെ മറ്റാർക്കും അറിയില്ല. ഒരു മണ്ടൻ അവൻ, ശുദ്ധ ബുദ്ധൂസ്. ഗുരുദശെന്നുള്ള ഒരു അവകാശമെങ്കിലും അമ്മയ്ക്കുണ്ടല്ലോ, അത് മറക്കൂ അവൻ? ഇല്ല, ചാർലി വരും, തീർച്ചയായും വരും. ഞാൻ പറഞ്ഞയക്കും അവനെ. അങ്ങനെ ഒരു സമാധാനത്തില് ഞാൻ പോയിക്കോട്ടെ മോളെ. സമാധാനത്തിലല്ല, ധൈര്യത്തില്. ഞാനാ പറയുന്നത്. ഉമ്മ പ്രോഗ്രാം സമയത്ത് അവൻ അവിടെ ഉണ്ടാവും. ഉമ്മയുടെ വാക്കാ. തൊട്ടു പോരുത് എന്റെ മോളെ. നിന്റെ മോളോ? നിന്റെ മാത്രം മോളല്ലേ? ഇവളെ അവകാശപ്പെടാൻ ഒരാളും കൊണ്ടെന്നുള്ള കാര്യം മറന്നു കഴിയായിരുന്നു ഇത്രയും നാളും നീ. നിങ്ങളും ഒക്കെ ഇട്ടെറിഞ്ഞു പോയിട്ട് വന്നിരിക്കുന്നു ഇപ്പൊ അവകാശം പറയാൻ. അവൻ വരുമെന്ന് കരുതിയാണ് ഈ തുള്ളലെങ്കിൽ വേണ്ട, വരില്ല. ഞാൻ വാടകയ്ക്കെടുത്താണ് ചാർലിയെ. അവന്റെ ജോലി കഴിഞ്ഞു. അറിയാം, വാടകയ്ക്കെടുത്താണെന്ന് അറിയാം. ഞങ്ങളെ നശിപ്പിക്കാൻ. നന്മകളൊക്കെ എന്നേ നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ മനസ്സിൽ തോന്നിയ കുബുദ്ധി. അവനെ നിങ്ങൾ ഏൽപ്പിച്ച ജോലി തീർന്നിട്ടുണ്ടാവാം, പക്ഷെ ഞാൻ ഏൽപ്പിച്ച ജോലി തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് ജോലിയല്ല, ജീവിതമാണ്. എന്റെ മോൾക്കും ചാർലിക്കും പരസ്പരം ഇഷ്ടമാണെങ്കിൽ അവരുടെ കല്യാണവും ഞാൻ നടത്തും. അതും നീ ചെയ്തേക്കും തോന്നിയിരുന്നു എനിക്ക്. പക്ഷെ അവനെ ഇങ്ങോട്ട് പറഞ്ഞു വിടുമ്പോ ഒരു പാവം പെൺകുട്ടി, ഒരു കണ്ണുവെട്ടിപ്പെണ്ണ് എന്നോട് കെഞ്ചി അപേക്ഷിച്ചിരുന്നു, കൊണ്ടുപോയ പോലെ തന്നെ തിരിച്ചു തരണേ. മാനസി, നിനക്കറിയില്ല, ഒരു ജന്മം മുഴുവൻ ചാർലിയെ മനസ്സിൽ വെച്ച് പൂജിച്ച് ആരാധിക്കുന്നവളാണ് അവള്. നിന്റെ വിവാഹം അമ്മ നടത്തി തരുമായിരിക്കാം, പക്ഷെ ഒന്നോർക്ക്, ജീവിതകാലം മുഴുവൻ ആ കണ്ണുപൊട്ടിപ്പെണ്ണിന്റെ ശാപവും പേറി വേണോ എന്റെ മൂക്ക് കഴിയാൻ? വേണോ? ആലോചിക്കും. കണ്ണു കാണാൻ വയ്യാത്ത പെണ്ണിന്റെ കണ്ണീര് ഇനി അങ്ങോട്ട് എപ്പോഴും നിന്നെ വേട്ടയാടണമെന്ന് നീ തന്നെ തീരുമാനിക്കും. അമ്മ പല വിഡ്ഢിത്തരങ്ങളും പറയും. തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള കഴിവ് നിനക്കുണ്ടല്ലോ. ഞാൻ പോണു. ഒരിക്കലും വരരുതെന്ന് കരുതിയതാ ഇങ്ങോട്ട്. പക്ഷേ ഇവിടെ വന്ന് ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ടാ. മണിക്കൂറിനുള്ളിൽ ഓപ്പറേഷൻ നടത്തണം. വെറുതെ അതും ഇതും പറഞ്ഞ് നേരെ കളഞ്ഞാൻ പറ്റില്ല. കഴിയുന്ന വേഗം അവിടെ എത്തണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പോണില്ല. പോണില്ലെന്നോ? അതെ, ഞാൻ പോണില്ല. വാശി പിടിക്കല്ലോ അമ്മേ. സമയത്ത് അവിടെ എത്തിയില്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നൊക്കെ തെറ്റും. 6 മണിക്കൂറിനുള്ളിൽ ചാർലി എത്തേണ്ട ഒരു സ്ഥലമുണ്ട്, മറന്നോ? അതുപോലെയാണോ ഇത്? ഇത്രയും കാലം ഇതിനു വേണ്ടിയല്ലേ നമ്മള്? ചാർലി, അവിടെ ഒരു അമ്മ ജന്മം മുഴുവൻ കാത്തിരുന്ന ഒരു സംഭവം നടക്കാൻ പോകുന്നു. ചാർലി ചെന്നില്ലെങ്കിൽ അത് നടക്കില്ല. ഇതുപോലെ തന്നെയല്ലേ അതും? എന്തിനാ ഉമ്മ ഇത് രണ്ടും കൂടെ കൂട്ടി കുഴക്കുന്നത്? അതത്ര പ്രാധാന്യമുള്ളൊന്നും അല്ലല്ലോ. എന്ന് നെഞ്ചി കൈവച്ച് പറയാൻ കഴിയോ ചാർലിക്ക്? സുഭദ്രാമയും മാനസിയും തകർന്നത് താങ്ങാനുള്ള ശക്തി ഉണ്ടോ നിനക്ക്? അത്രയ്ക്ക് ക്രൂരനാണോ ചാർലി നീ? എന്താ ഞാൻ ചെയ്യാ? ഓപ്പറേഷന്റെ സമയത്ത് നിന്റെ കൂടെ ഉണ്ടാവണമെന്ന എന്റെ ആഗ്രഹം. അവിടെ സ്റ്റേജിൽ മാനസിയുടെ കൂടെ നീ ഉണ്ടാവണമെന്നാ എന്റെ ആഗ്രഹം. ഞാൻ പോയാലേ നീ ഓപ്പറേഷന് പോകുന്നാണോ പറഞ്ഞുകൊണ്ട് വരുന്നത്? അതെ, അതെന്റെ നിശ്ചയമാണ്. ഉമ്മേ, നീ കൊച്ചു കുട്ടികളെ പോലെ. കൊച്ചു കുട്ടികളായിരുന്നപ്പോഴും എനിക്കിങ്ങനെ ചില വാശികളുണ്ടായിരുന്നു, ഓർമ്മയില്ലേ നിനക്ക്? ഒരു കാര്യം തീർച്ചയാണ് ചാർലി, പ്രോഗ്രാമിന് നീ പോയില്ലെങ്കിൽ ഒരിക്കലും ഈ ഉമ്മ കണ്ണു തുറന്ന് ലോകം കാണലുണ്ടാവില്ല. ചാർലി, വൈകിയോ ഞാൻ? അവസാനം ഈശ്വരന്മാരൊക്കെ മാറ്റി പറഞ്ഞു അല്ലേ? സമാധാനമായില്ലേ ഇപ്പോ?
ആർക്ക്? ഈശ്വരന്മാർക്കോ? ഇതെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ എനിക്ക് കഴിയും. അമ്മയുടെ ജീവിതാഭിലാഷ ഈ പ്രോഗ്രാം. വന്നതിന് നന്ദി. പ്രോഗ്രാം നടക്കണം. അത് കഴിഞ്ഞ ചാർലിക്ക് പോകാം. എന്താ എന്താ പറഞ്ഞേ? എന്നോട് ആലോചിക്കാൻ പറഞ്ഞു അച്ഛൻ. ഞാൻ ആലോചിച്ചു, ഒരുപാട് ആലോചിച്ചു. കണ്ണു കാണാത്ത പെൺകുട്ടിയുടെ ജീവിതവും മോഹങ്ങളും നശിപ്പിച്ചിട്ട് എനിക്ക് ജയിക്കണ്ട. മറക്കാനും മറയ്ക്കാനും ശ്രമിക്കേണ്ട ഒന്നും എനിക്കറിയാം. എനിക്കിപ്പോ ഒക്കെ അറിയാം. ഉമ്മയ്ക്ക് ചാർലിയെ വേണം. ഇത്രയും കാലം ഒരുമിച്ച് കഴിഞ്ഞിട്ട് അത് മനസ്സിലാക്കാത്ത ചാർലി മനുഷ്യനാ? ചാർലി, നീ വരുന്ന എനിക്കറിയാം. താങ്ക് യു വെരി മച്ച്. സമയായി, വാ വാ. ഉമേ, നീ അവനെ വീണ്ടും അങ്ങോട്ട് പറഞ്ഞയച്ചല്ലേ? എന്നാ മിണ്ടാത്തത്? നിന്റെ ഒറ്റ ഒരാളുടെ നിർബന്ധം കൊണ്ടല്ലേ അവൻ പോയത്? ഇവിടെ ഇരുന്നല്ലേ നീ എന്നോട് കരഞ്ഞു പറഞ്ഞത് നിന്നിൽ നിന്ന് അവനെ തട്ടിക്കൊണ്ടുപോയി ഞാനെന്ന്, അവനെ വിലക്കെടുത്തെന്ന്. എന്നിട്ട് ഇപ്പൊ നീ തന്നെ എറിഞ്ഞു കൊടുത്തില്ലേ അവനെ അവർക്ക്? ആരും എറിഞ്ഞു കൊടുത്തിട്ടില്ല ഞാൻ. അവൻ പോയില്ലെങ്കിൽ ഓപ്പറേഷൻ സമ്മതിക്കില്ലെന്ന് നീ വാശി പിടിച്ചു. നിനക്ക് വേണ്ടിയാണ് ഉമ്മേ ഒരിക്കലും പോയില്ലെന്ന് തീരുമാനിച്ചിരുന്ന വീട്ടിലേക്കും കയറി ചെന്നത്. എന്നിട്ട് നീ... അതാണ് സാറിന് പറ്റിയ തെറ്റ്. സാറിന് വേണ്ടി പോകണമായിരുന്നു, സാറിന് വേണ്ടി മാത്രം. ഇത്രയും കാലം ചെന്നില്ലല്ലോ. അതിന് സ്നേഹത്തെ കുറിച്ച് വല്ലതും അറിഞ്ഞിട്ട് വേണ്ടേ? സ്നേഹത്തോടെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ആ അമ്മ എല്ലാം വിട്ട് ഇറങ്ങി വരുമായിരുന്നു. ചെയ്യില്ലല്ലോ. ദുരഭിമാനത്തിന്റെ ഉമ്മിത്തി കിടന്ന് പുകയല്ലേ സാറിന്റെ മനസ്സിൽ? അതിന്റെ കാര്യം പുകയല്ലേ ആ മനസ്സ് നിറയെ? ഇപ്പോ സ്നേഹിക്കുന്ന ആ രണ്ട് മനസ്സുകൾ അകറ്റാൻ സാർ എനിക്ക് കണ്ണ് ഓപ്പറേഷൻ കാശ് ചെലവാക്കാൻ പോന്നു. എനിക്ക് വേണ്ട. പിരിഞ്ഞ് വിഷമിക്കുന്ന അവരെ കാണുന്നേക്കാൾ എനിക്കിഷ്ടം ഒരുമിച്ച് കഴിയുന്ന അവരെ കുറിച്ച് കേൾക്കുന്നതാ. എന്നെ തെറ്റ് ശരിയും പഠിപ്പിക്കാനാണോ ഈ പ്രസംഗം? അല്ല, സ്നേഹത്തെ കുറിച്ച് എനിക്ക് തോന്നിയത് പറഞ്ഞു എന്ന് മാത്രം. ഇതും ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സാറല്ലേ പഠിച്ച അറിവുള്ള ആള്. നിനക്കും ചാർലിക്കും അനാഥ പിള്ളേർക്കും വേണ്ടി ഞാൻ ഇതുവരെ ചെയ്തതും പറഞ്ഞതും ഒക്കെ വെറുതെ അല്ലേ? ഞങ്ങളോടുള്ള സഹതാപം കൊണ്ടാണോ സാർ ഇതൊക്കെ ചെയ്തത്, അതോ സ്വാർത്ഥത കൊണ്ടോ? ആ അമ്മയുടെ ഒരേ ഒരു ലക്ഷ്യം തകർക്കാൻ കഴിയാത്ത ദേഷ്യമല്ലേ സാർ ഇപ്പൊ ഞങ്ങളോട് കാണിക്കുന്നത്? ഞങ്ങൾക്ക് വേണ്ടി കുറെ പണം ചെലവാക്കിയത് പാഴായി പോയെന്ന് കരുതിയായിരിക്കും സാറിപ്പോ. എത്ര കാശ് ചെലവായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ തിരിച്ചു തരും ഞങ്ങള്. സർക്കസ് കളിച്ചെങ്കിലും തിരിച്ചു തരും, കുറേശ്ശായിട്ടെങ്കിലും. ഉറപ്പാ. കൈലാസ ശൃംഗങ്ങൾ കൈകൂപ്പി നിൽക്കുന്നു നിന്നെ. മൃദുശോഭയായി വന്നു പുണരുന്നു നിൻ പ്രേമമെന്നെ. ശിവരഞ്ജിനി ഓ പ്രിയ സഖി, ഗിരിനന്ദിനി ഓ വിധുമുഖി. കൈലാസ ശൃംഗങ്ങൾ കൈകൂപ്പി നിൽക്കുന്നു നിന്നെ. മൃദുശോഭയായി വന്നു പുണരുന്നു നിൻ പ്രേമമെന്നെ. നടരാജ ചരണത്തിൽ ഒരു ധൂളി ഭൂമി. പ്രണയനിധിനി പ്രണവവിധിനി ഭവഭയഹര യമസംഹര പുരഹര വിഭോ.
ഞങ്ങൾ ഉമ്മേച്ചും കൊറേ പാടുപെട്ടു. ഇത്രേ കിട്ടിയുള്ളൂ. കിട്ടിയത് മുഴുവൻ സാറിനെ ഏൽപ്പിക്കാൻ പറഞ്ഞു ഉമ്മേച്ച് പോയത്. എന്റെ ഗുരുദക്ഷിണ ഞാൻ തന്നു. ഒരു അനാഥ പെണ്ണിന്റെ ബലിയും നടന്നു. ഒക്കെ ഒരൊറ്റ കാര്യത്തിനായിരുന്നു. എല്ലാം എല്ലാം വെറുതെ ആയെന്ന് തോന്നുന്നു. ഇനിയിപ്പോ ഞങ്ങൾക്ക് പോകാൻ ഒരു സ്ഥലമേ ഉള്ളൂ. ഉമ്മയുടെ സ്വപ്നത്തില് എപ്പോഴും ഉണ്ടായിരുന്നു ആ സ്ഥലം. അവിടെ കാണും അവള് എപ്പോഴും. പോട്ടെ. ഒരു കുരുതി നമ്മൾ കൊടുത്തില്ല ചാർലി. മതി. തീച്ചാട്ടവും കമ്പിയൊക്കെ ഉള്ള നടത്തും ഇനി വേണ്ട. ഈ കുഞ്ഞുങ്ങൾക്ക് തന്നെ വേണം, ഞങ്ങൾക്കും.